Good morning, everyone. Welcome to Attendant 24/7 Malayalam channel. Namaskaram, Swagatham. Welcome to the Hindu Editorial Analysis of 15th March 2022. അപ്പം ഐ എം സോ സോറി, നമ്മൾ ആദ്യം തന്നെ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ഐ എം 9 minutes ലേറ്റ്. ഇന്ന് 9 മിനിറ്റ് ഞാൻ ലേറ്റ് ആയിട്ടുണ്ട്. ഇന്ന് ഇച്ചിരി കൂടുതൽ സമയം പോയി, ഞാൻ അറിഞ്ഞില്ല. ഐ ലോസ്റ്റ് ട്രാക്ക് ഓഫ് ടൈം ഇന്ന്. കാര്യം നമ്മൾ ഇന്ന് ഒരുപാട് വൊക്കാബ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ എടുത്ത് വന്നപ്പോഴേക്കും ഇച്ചിരി സമയം പോയി. ഐ എം സോ സോറി. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം വിത്ത് മൈ അപ്പോളജി. അപ്പോൾ നമ്മുടെ സെഷൻ എല്ലാ ദിവസവും മൺഡേ ടു ഫ്രൈഡേസിൽ 9 AM to 10 AM ആണ്. ഇന്ന് ഞാൻ പറഞ്ഞ പോലെ 9 minutes ലേറ്റ് ആണ്. അതുപോലെ തന്നെ സാറ്റർഡേസിൽ നമ്മൾ ഈ വീക്ക്ലി ചെയ്യുന്ന എഡിറ്റോറിയൽ വൊക്കാബിൻ്റെ ഒരു വീക്ക്ലി ക്വിസ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ സെഷൻ്റെ പ്രത്യേകത. ഈ സെഷൻ എല്ലാ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും ഹെൽപ്ഫുൾ ആവും. അതിപ്പോൾ ബാങ്കിങ് ആയിക്കോട്ടെ, ESIC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, UPSC ലെവൽ എക്സാംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ PSC എക്സാംസ് ആയിക്കോട്ടെ, ഏത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾക്കും ഇത് ഹെൽപ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് വൊക്കാബ് പഠിക്കാം, അതുപോലെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് നമുക്ക് എൻറിച്ച് ചെയ്തെടുക്കാം, അതുപോലെ നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാം, റീഡിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാം, നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ്, കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വെൽക്കം ടു അവർ സെഷൻ ആൻഡ് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സ്വാഗതം ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വെയിറ്റിംഗ് പേഷ്യൻ്റ്ലി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ 17% ഡിസ്കൗണ്ട് നമ്മുടെ കോഴ്സുകൾക്കെല്ലാം ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നമ്മുടെ Attendant 24/7 ആപ്പ് വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സുകൾ പർച്ചേസ് ചെയ്യാം കേട്ടോ. കോഴ്സുകൾ, ഈ ബുക്ക് അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസ് ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോഡ് മറക്കണ്ട, Y314 എന്ന കോഡ് ഉപയോഗിച്ചാൽ മതി. ആപ്പ് വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ കയറുക. വെബ്സൈറ്റ് വഴി കയറുമ്പോൾ കേരള എക്സാംസ് എടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഡിഗ്രി പ്രിലിംസിൻ്റെ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം 6 മാസത്തെ ബാച്ചാണ്, ലോങ് ബാച്ചാണ്. ആരെങ്കിലും ഇനി ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. കാര്യം നമുക്ക് 2 മാസം കൊണ്ട്, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം, എക്സാം ഡേറ്റ് വന്നതിന് ശേഷം 1 മാസം കൊണ്ടൊന്നും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം അല്ല ഡിഗ്രി പ്രിലിംസ്. ആകപ്പാട് മൊത്തത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിക്കണം. അപ്പോൾ ഇപ്പോൾ തുടങ്ങിയാലേ പറ്റുള്ളൂ. ആഴ്ചയിൽ 4 ക്ലാസ്സേ ഉള്ളൂ. അപ്പോൾ ഉള്ള ദിവസം 2 ക്ലാസ്സുകൾ പോകും. 6 മണി മുതൽ 7:30, 8:30 മുതൽ 10 മണി വരെ. ബേസിക് മുതൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കമ്പൈൻ ചെയ്ത് ക്ലാസ്സുകൾ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ 250+ ഹവേഴ്സാണ് നമ്മളിതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ടീച്ചേഴ്സുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കോൺസ്റ്റൻറ്റ് കോൺടാക്റ്റിൽ ഉണ്ടാവുകയും ചെയ്യും. ആ ഒരു ഗുണം ഈ ഒരു കോഴ്സിനുണ്ട് കേട്ടോ. ഈ അടയുടെ എല്ലാ കോഴ്സിനും ഉണ്ട്. അതുകൂടാതെ SSCയുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ആരും SSCക്ക് ജോയിൻ ചെയ്യാതെ മാറി നിൽക്കരുത്. SSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് ഒന്ന് ജോയിൻ ചെയ്യുക. കാരണം ഒരു സ്ട്രക്ചേർഡ് ആയ രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോയില്ലെങ്കിൽ പഠനം ശരിയാവില്ല. ഓക്കെ, അപ്പോൾ 3 ക്ലാസ്സുകളാണ് ഡെയിലി നമ്മുടെ SSCക്ക് ഉള്ളത്. CGL CHSL വേണ്ടി Tier 1 കോഴ്സാണ് കേട്ടോ. സൺഡേസ് ഓഫാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ നമ്മുടെ ഒരു ബാച്ച് ലോഞ്ച് കഴിഞ്ഞായിരുന്നു, ഇംഗ്ലീഷ് പ്രോ എന്ന് പറഞ്ഞൊരു പുതിയ ബാച്ച്. ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത ഇതാണ്, നിങ്ങൾക്ക് ഇംഗ്ലീഷിന് വേണ്ടി ഒരു കോഴ്സ്, കോംപ്രഹെൻസീവ് ഇംഗ്ലീഷ് ബാച്ചാണിത്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് വൊക്കാബ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക, അതിന് പഠിപ്പിക്കാൻ വേണ്ടി 75+ ഹവേഴ്സിൻ്റെ ഒരു ബാച്ച്, ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ കേരള PSCക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും, UPSC ആണെങ്കിലും, ബാങ്കിങ് എക്സാം ആണെങ്കിലും, SSC ആണെങ്കിലും, ESIC ആണെങ്കിലും, ഏത് എക്സാമിനും ബേസിക് ടു അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ നിങ്ങളെ പഠിപ്പിക്കും. അതാണ് ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത. 75 മണിക്കൂറുകൾ ഉണ്ട്, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ 30-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡെയിലി നിങ്ങൾക്ക് ക്ലാസ്സുകളില്ല, ഓൾട്ടർനേറ്റ് ഡേയ്സിലായിരിക്കും, 1 ഇടവിട്ട ദിവസങ്ങളിലായിരിക്കും ക്ലാസ്. മാത്രമല്ല 2 ക്ലാസ്സുകൾ, ആ ദിവസം ക്ലാസ്സുള്ള ദിവസം 2 ക്ലാസ്സുകളാണ് പോകുന്നത്. 3 മുതൽ 4:30 വരെയും 8:30 മുതൽ 10 മണി വരെയാണ്. അപ്പോൾ 3 മുതൽ 4:30 വരെ റീമ മിസ് എടുക്കും, 8:30 മുതൽ 10 വരെ ഞാൻ ക്ലാസ് എടുക്കും. അപ്പോൾ റീമ മിസ് ഞാനും കൂടെയാണ് ക്ലാസ് പോകുന്നത്. എല്ലാ എക്സാംസും നിങ്ങൾ ഓൾറെഡി നമ്മുടെ എഡിറ്റോറിയൽ വരുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നതല്ലേ, നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷിന് മാത്രം കോഴ്സ് വേണം. അങ്ങനെ ഇംഗ്ലീഷിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം, ഇനി ക്ലാസ്സിൽ കാണാം കേട്ടോ. ജിഷ്ണു, നമ്മുടെ CGLൻ്റെ ഡേറ്റ് വന്നേക്കുന്നത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 11-ാം തീയതി മുതൽ ആണ് വന്നേക്കുന്നത്. ഏപ്രിൽ 11 മുതലാണ് ക്ലാസ്, പിന്നെ ഡേറ്റ് ഓരോ ദിവസമല്ല വരിക. അപ്പോൾ Tier 1 എക്സാം വന്നേക്കുന്നത്. CHSLൻ്റെ 24-ാം തീയതി, മെയ് 24 മുതൽ 10-ാം തീയതി ജൂൺ വരെ, അങ്ങനെയാണ് പോയേക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ 10th പ്രിലിംസിൻ്റെ ബാച്ച് വിദ്യമുദ്ര എന്ന് പറഞ്ഞൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ബാച്ച് നമ്മുടെ ഈ പറയുന്ന പോലെ എന്താണ് 10ാം ക്ലാസ് ഇതിലോട്ടുള്ള എല്ലാ പരീക്ഷയ്ക്കും, അതിപ്പോൾ VFA ആയിക്കോട്ടെ, ബെവറേജ് LD ആയിക്കോട്ടെ, അങ്ങനെ മുനിസിപ്പൽ കോമൺസ് ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് മെയ് മാസം എക്സാം വരുന്നുണ്ട്, ഒരുപാട് വേക്കൻസീസ് ഉണ്ട്, നല്ലൊരു ഇതാണ് കേട്ടോ, നല്ല ജോലിയാണ്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാത്തവർ ഇനി ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അവസാന നിമിഷത്തേക്ക് പ്രിപ്പയർ ചെയ്യാൻ ഇരിക്കരുത്, അത് കോമ്പറ്റീഷൻ കൂടും. അപ്പോൾ ഞാൻ പറയുന്നത് ഒരുപാട് വർഷങ്ങളായി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുമായിട്ട് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോണം. നമുക്ക് 2 ക്ലാസ്സാണ് ഡെയിലി പോകുന്നത്, 3 മണി മുതൽ 4:30, 8:30 മുതൽ 10 മണി വരെ. മാർച്ച് 12-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ കഴിഞ്ഞ ദിവസം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാനുള്ള ജോയിൻ ചെയ്യുക. അപ്പോൾ ക്ലാസ് വിട്ടുപോയി എന്നുള്ള പേടിക്കൊന്നും വേണ്ട. എല്ലാ ക്ലാസ്സുകൾക്കും ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ അതിൻ്റെ റെക്കോർഡഡ് വേർഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ളവർ ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം വിത്ത് ആർ കോട്ട്. ഇന്നത്തെ രാവിലത്തെ കോട്ട് ഇതാണ്: ഡു യുവർ ബെസ്റ്റ് ആൻഡ് ഫൊർഗെറ്റ് ദ റെസ്റ്റ്. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ കൊടുക്കുക. if you're doing a work or if you're learning something or if you're doing anything, എന്തും നിങ്ങൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിലും, നിങ്ങൾ ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, നിങ്ങൾക്ക് വേണ്ടി തന്നെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും, if you're doing something, if you're playing for ടീമിന് വേണ്ടി കളിക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒരു എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും, ഡു യുവർ ബെസ്റ്റ്. നിങ്ങൾക്ക് പറ്റുന്നതിന് പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ആ എനർജി അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. പുട്ട് ഇൻ യുവർ എഫേർട്ട്, കംപ്ലീറ്റ് എഫേർട്ട് ഇട്ട് കൊടുക്കുക. ദെൻ rest is up to the chance and timing. പിന്നെ അത് ചാൻസ് ആൻഡ് ടൈമിംഗ് അനുസരിച്ചിരിക്കും. സോ ബാക്കിയൊന്നും നിങ്ങൾ പിന്നെ ബോധോടാവേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ഭാഗം ക്ലിയർ ആയി ചെയ്യുന്നുണ്ടോ? ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ്. ഓക്കെ, സോ ദാറ്റ്സ് മൈ കോട്ട് ഫോർ ടുഡേ, ദാറ്റ്സ് മൈ മെസ്സേജ് ഫോർ യു ടുഡേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2 ആർട്ടിക്കിളാണ് എന്ന് ഉള്ളത് കേട്ടോ. അല്ല, ഒരു ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺഗ്രസ് പാർട്ടിയെ പറ്റിയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ലീഡർഷിപ്പിനെ പറ്റി ഒരു ചെറിയൊരു ഇൻട്രോസ്പെക്ഷൻ്റെ ആവശ്യമുണ്ട്. അതിനെപ്പറ്റി ഒന്ന് ആലോചിക്കുക. എന്തുകൊണ്ടാണ് കോൺഗ്രസ് നമ്മുടെ ഇലക്ഷനിൽ കോൺഗ്രസിന് സീറ്റ്സ് ഒന്നും വിൻ ചെയ്യാൻ പറ്റിയില്ല? അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കാം എന്നുള്ളത്. അപ്പോൾ ഇന്റേണലി പ്രശ്നങ്ങളുണ്ട്, ലീഡർഷിപ്പിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളെ പറ്റി ഒരു പൊളിറ്റിക്കൽ ആർട്ടിക്കിൾ, ലൈക്ക് ഒരു അനലിറ്റിക്കലായ ഒരു ആർട്ടിക്കിൾ ഇന്നുണ്ട്. അതുകൂടാതെ ഒരെണ്ണം ഇന്റർനാഷണൽ ആർട്ടിക്കിൾ ഉണ്ട്, ദറ്റ് അഫക്ട്സ് അസ്. നമ്മുടെ ഏഷ്യ മൊത്തത്തിൽ, വെസ്റ്റേൺ ഏഷ്യ മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു വെസ്റ്റേൺ ഏഷ്യ മാത്രമല്ല, മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യുന്ന നമ്മുടെ ഓയിൽ പ്രൈസസിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ്. ആൻഡ് ഇറ്റ് ഈസ് എൻ ഇന്റർനാഷണൽ ആർട്ടിക്കിൾ, ബട്ട് അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. അതുകൊണ്ട് നമ്മൾ അത് നോക്കുകയാണ്, ബിക്കോസ് ഇറ്റ്സ് കണ്ടന്റ് റിച്ച്. പക്ഷേ വൊക്കാബ് ഏതിലാണ് കൂടുതലെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വൊക്കാബ് നമ്മുടെ പൊളിറ്റിക്കൽ ആർട്ടിക്കിൾ ഉണ്ടല്ലോ അതിലാണ് കൂടുതൽ. അപ്പോൾ പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചു വിടുക, കാരണം അതിൽ ഒരുപാട് ഫ്രേസൽ വേർബ്സ്, ഇഡിയംസ്, അതുപോലെ പുതിയ വേർഡ്സ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ വായിച്ചു വിടണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് മിസ്സാക്കരുത്. ജസ്റ്റ് ഗിവ് ഇറ്റ് റീഡ് കേട്ടോ. പക്ഷേ മറ്റേ ആർട്ടിക്കിളാണ് കണ്ടന്റ് ആയിട്ട് നമുക്ക് ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് വി ആർ ഗോയിങ് ടു റീഡ് ദ നെക്സ്റ്റ് വൺ, ഐ മീൻ ദ സെക്കൻഡ് വൺ, ദ ഇന്റർനാഷണൽ ആർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ ഇഡിയംസ്, ഫ്രേസസ്, വൺ വേർഡ്സ് എല്ലാത്തിലോടും കൂടെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് വൺ, ഹിറ്റ് എ വോൾ. നമ്മളെ ഒരു ഭിത്തിയിൽ ഇങ്ങനെ തടഞ്ഞു നിൽക്കുക, അല്ലെ? നമ്മളൊരു വോളിൽ ഇങ്ങനെ തടഞ്ഞു നിൽക്കുക എന്നൊക്കെ, അല്ലെ? ഭിത്തിയിൽ ഇങ്ങനെ തടഞ്ഞു നിൽക്കുക എന്ന് പറയില്ലേ? അതിൻ്റെ അർത്ഥം എന്താ? നമ്മളിങ്ങനെ തടസ്സമായിട്ട് എന്തെങ്കിലും നിൽക്കുന്നു. വോൾ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് ലൈക്ക് എ ബാരിയർ, അല്ലെ? ഇറ്റ്സ് എ ഒബ്സ്റ്റിക്കിൾ, ഇറ്റ്സ് ഹാമ്പറിങ് യു, ഇറ്റ്സ് റെസ്ട്രിക്റ്റിംഗ് യു എന്ന് നമുക്ക് തോന്നും, അല്ലെ? സോ ഹിറ്റ് എ വോൾ എന്ന് പറഞ്ഞാൽ യു റീച്ച് എ പോയിന്റ് ബിയോണ്ട് വിച്ച് ദർ ഇസ് നോ ഫർദർ പ്രോഗ്രസ്. നിങ്ങളൊരു പോയിന്റിലെത്തി, അത് കഴിഞ്ഞിട്ട് പിന്നെ മുന്നോട്ടൊരു പ്രോഗ്രസ് നടക്കില്ല. അതിനെയാണ് ഹിറ്റ് എ വോൾ. ഇഫ് യു ഡൂയിങ് എ ബിസിനസ്, ഇഫ് യു സ്റ്റാർട്ടിങ് സംതിങ്, എനിത്തിങ്, എനി വെഞ്ചർ, യു ഹിറ്റ് എ വോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ്: യു റീച്ച് എ പോയിന്റ്, നിങ്ങളൊരു പോയിന്റിലെത്തി, അത് കഴിഞ്ഞിട്ട് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ല, ഒറ്റ മുന്നോട്ട് പോകാൻ പറ്റില്ല, യു ആർ സ്റ്റക്ക് ദെയർ. അതിനെയാണ് നമ്മൾ ഹിറ്റ് എ വോൾ എന്ന് പറയാം. ഇഡിയമാണ്, ഓർത്ത് വെച്ചോളാം. രണ്ടാമത്തത് ഓൺ ദ ടേബിൾ. The discussion is on the table, അല്ലെങ്കിൽ the proposal is on the table, sorry, discussion അല്ലേ, the proposal is on the table എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. The negotiation is on the table എന്ന് പറഞ്ഞാൽ എന്താണ്? Offer for discussion. ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല, ഇറ്റ്സ് അണ്ടർ ഡിസ്കഷൻ. ഡിസ്കഷന് വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട്, ഇതുവരെ പരിപാടി മുന്നോട്ടൊന്നും നീങ്ങിയിട്ടൊന്നുമില്ല. ഇറ്റ്സ് ഓഫർ ചെയ്തിട്ടുണ്ട്, ഡിസ്കഷന് വേണ്ടി ഓഫർ ചെയ്തിട്ടുണ്ട്. അതായത് ഉടനെ തന്നെ ഒരു മീറ്റിംഗ് ഒക്കെ വെച്ച് നമ്മൾ തീരുമാനിക്കും. അങ്ങനെ ഒരു ഇതാണ് ഓൺ ദ ടേബിൾ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഓൺ ദ ടേബിൾ എന്ന് പറഞ്ഞാൽ ടേബിളിലുണ്ട്, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയില്ലേ, ടേബിൾ സെറ്റാക്കി വെക്കാൻ പറയില്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ ടേബിൾ സെറ്റാക്കി വെച്ചാൽ ഭക്ഷണം കഴിച്ചാൽ മതി. എല്ലാം സെറ്റാണ്, എവറിത്തിങ് ഇസ് സെറ്റ്, ബട്ട് അത് ഇതുവരെ നമ്മൾ എന്ത് ചെയ്തില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇറ്റ്സ് ഓൺ ദ ടേബിൾ, അതാണ് അർത്ഥം. ഓഫർ ഫോർ ഡിസ്കഷൻ എന്നർത്ഥം. അതാണ് ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ് ഓൺ ദ ടേബിൾ. നമ്മൾ ഒരു തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അടുത്തത് പുൾ ഔട്ട്. പുൾ ഔട്ട് ചെയ്യുന്ന പറഞ്ഞാൽ പുഷ് ചെയ്ത് തള്ളുക, അല്ലേ? പുള്ളി ചെയ്യുന്ന വലിക്കുക, അതല്ലേ? അപ്പം പുൾ ഔട്ട് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ അർത്ഥം? യു ആർ പുള്ളിങ് ഔട്ട് ഫ്രം സംതിങ്, സംവേർ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യു ആർ വിഡ്രോയിങ് ഫ്രം ആൻ അണ്ടർടേക്കിംഗ്. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വെച്ചു, ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, വിഡ്രോ ചെയ്യുക, വേണ്ട. അതിൽ നിന്ന് നിങ്ങൾ റിട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ റിട്രീറ്റ് ചെയ്യുക, പിൻവാങ്ങുകയാണ്. യു ആർ റിട്രീറ്റിംഗ്, യു ആർ വിഡ്രോയിങ് ഫ്രം ആൻ അണ്ടർടേക്കിംഗ്, ഓർ യു ആർ റിട്രീറ്റ് ചെയ്യാണ്, അതായത് പിൻവാങ്ങുകയാണ്. അതിന് നമ്മൾ പറയും പുൾ ഔട്ട് എന്ന് പറയും. ഓക്കെ, അടുത്തതാണ് ഷൂട്ട് അപ്പ്. ഓക്കെ, ഷൂട്ടപ്പ് എന്ന് പറയും. അപ്പോൾ ഷൂട്ടപ്പിന്റെ പ്രത്യേകത എന്താണ്? ഷൂട്ടപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഷൂട്ട് അപ്പ്, അല്ലാതെ ഷൂട്ടുണ്ട്, ബട്ട് ഷൂട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് റാപ്പിഡ്ലി എന്നാണ്. അല്ലാതെ ഷൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ വെടിവെക്കുക എന്നൊക്കെയാണ് അർത്ഥം. ബട്ട് ഷൂട്ട് അപ്പ് മീൻസ് ഇൻക്രീസ് റാപ്പിഡ്ലി, നന്നായിട്ട് കൂടിയിട്ടുണ്ട്. ലൈക്ക് ദ ഓയിൽ പ്രൈസസ് ഷോട്ട് അപ്പ്.
എന്ന് പറഞ്ഞാൽ ഓയിൽ പ്രൈസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തു, റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്തു എന്നാണ് ഷൂട്ടപ്പ് എന്ന് പറയാം. ഓക്കെ, യെസ്. അടുത്തത് ഹോൾഡ് സംബഡി ടു റാൻസം. നിങ്ങൾക്കറിയാം റാൻസം അറിയത്തില്ലേ? റാൻസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ കിഡ്നാപ്പ് ചെയ്തിട്ട് റാൻസം ചോദിക്കും. അതായത് അതിന് ഇത്ര പിടിച്ചു വെച്ചിട്ട് പറയും എനിക്ക് ഇത്ര പൈസ തന്നാലേ ഇവരെ വിട്ടയക്കുള്ളൂ എന്ന് പറയും. അതിനാണ് റാൻസം എന്ന് പറയാം. റാൻസം മണി പറയും നമ്മൾ. അപ്പോൾ ഹോൾഡ് സംബഡി ടു റാൻസം അല്ലെങ്കിൽ ഹോൾഡ് സംതിങ് ടു റാൻസം എന്നൊക്കെ പറഞ്ഞാൽ ഹോൾഡ് സംതിങ്, ഒരു കാര്യം നമ്മൾ പിടിച്ചു വെക്കുകയാണ്, അല്ലെങ്കിൽ യു ആർ ഹോൾഡിങ് സംബഡി ക്യാപ്റ്റീവ്, ഒരാളെ ക്യാപ്റ്റീവായിട്ട് ഒരാളെ തടവിൽ വെക്കുകയാണ്, എന്നിട്ട് യു ഡിമാൻഡ് മണി. അതിനെയാണ് ഹോൾഡ് സംബഡി ടു റാൻസം എന്ന് പറയാം കേട്ടോ. അയ്യോ ഒരു സെക്കൻഡേ, ഇംഗ്ലീഷ് ബാച്ചിൻ്റെ അയ്യോ ഞാനത് കണ്ടില്ല, സോറി. ഓക്കെ ഇപ്പോഴാണ് ഞാൻ കണ്ടത്. SSCക്ക് KPSC എന്തിനാ സ്കോപ്പ്? SSC വേഴ്സസ് KPSC. ഹരി, SSC വേഴ്സസ് KPSC ആണെങ്കിൽ സ്കോപ്പ് എപ്പോഴും SSCക്കാം, അത് പറയാതിരിക്കാൻ പറ്റും. കാരണം എന്തറിയോ, നിങ്ങൾക്ക് അറിയാം നമ്മൾ മലയാളികൾ പിള്ളേർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് എന്തറിയോ, നമ്മൾ KPSCയിൽ ഒതുങ്ങിപ്പോവും. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, നമ്മുടെ ഡ്രീംസ് എപ്പോഴും ഒരു ഒതുക്കും. മനസ്സിലായോ? SSC എക്സാംസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ SSC എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു എക്സാമിനും പോകും. കാരണം അത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. അതുകൊണ്ട് SSC പഠിച്ചിട്ടുണ്ടെങ്കിൽ കേരള PSC എക്സാമിന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അതുപോലെ ബാങ്കിങ് ലെവലിന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും, ESIC എക്സാമിന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് SSCയുടെ ഒരു പ്രത്യേകത. ഒരു വളരെ ബ്രോഡ് ലെവൽ. ഇപ്പോൾ മാത്സ് ആണെങ്കിൽ അഡ്വാൻസ് ലെവൽ മാത്സ് SSCക്ക് വരിക. ഇംഗ്ലീഷ് ആണെങ്കിൽ എല്ലാത്തിനും ചോദിക്കും, എവിടെ നിന്നാണ് ചോദിക്കുക എന്ന് പറയാം. SSC ലെവൽ എന്ന് പറഞ്ഞാൽ എല്ലാ ലെവലും ചോദിക്കും. പക്ഷേ ബാങ്കിനൊക്കെ ഒരു പാറ്റേൺ ഉണ്ട്. ഈ ഒരു പാറ്റേൺ ESICക്ക് ഒരു പാറ്റേൺ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവില്ല, നമുക്കറിയാതെ. പക്ഷേ SSCക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഇറ്റ് ഈസ് ലൈക്ക് എ 360 ആംഗിളാണ് നിൽക്കുന്നത്. മൊത്തത്തിൽ കിടക്കുകയാണ്, എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. മുമ്പിൽ ഇങ്ങനെ സാഗരം കിടക്കുകയാണ്. അതാണ് മാത്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ. GA പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, GA എല്ലായിടത്തും നിങ്ങൾക്ക് അറിയാം, വളരെ ഇതാണ്. പക്ഷേ ബാങ്കിങ്ങിലാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ബാങ്കിങ് ESIC പോലെ എടുത്താണ് ഇൻഷുറൻസ് റിലേറ്റഡ്, ബാങ്കിങ് റിലേറ്റഡ് ആണ് GA ചോദിക്കുക. പക്ഷേ SSCയിൽ അങ്ങനെയല്ല, കുറച്ചുകൂടെ ഓറിയൻറ്റഡ് ആയിട്ട് എല്ലാ കാര്യത്തെ പറ്റി ഒരു നോളജ് ഉണ്ടാവണം. അതാണ്. ഇപ്പോൾ SSC പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു എക്സാമിനും അപ്പിയർ ചെയ്യാൻ പറ്റും. അതാണ് SSC ആണതുകൊണ്ട് ഞാൻ പറയുന്നു ഓപ്ഷൻ നിങ്ങൾക്ക് കൂടുതലും സ്കോപ്പ് കൂടുതലും. അതുപോലെ നല്ല പേ സ്കെയിലാണ്. പേ സ്കെയിൽ നല്ലതാണ്. മാത്രമല്ല സെൻട്രൽ ഗവൺമെൻറ് ജോബ്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ജോബാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല പേ സ്കെയിലുണ്ട്. മാത്രമല്ല ഒരുപാട് പ്രിവിലേജസ് ഉണ്ട് അതിന്. അതുകൊണ്ട് ഐ വുഡ് സേ ട്രൈ ഫോർ ദ ബിഗർ ഗോൾ കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. നോട്ടിഫിക്കേഷൻ SSCയുടെ വന്നിട്ടുണ്ട്. എനിക്കൊന്ന് അപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അതെ പെട്ടെന്ന് ജോലിയുടെ പെട്ടെന്ന് പ്രൊസീജിയേഴ്സ് പെട്ടെന്ന് പോകുന്നതൊക്കെ SSCയുടെ ആണ്. PSCക്ക് ആണെങ്കിൽ വെച്ച് താമസിപ്പിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ വരണ്ടേ. സേതുലക്ഷ്മി നമ്മുടെ ഇംഗ്ലീഷ് ബാച്ചിൻ്റെ രൂപ 1319 എങ്ങാണ്ടാണ്. പക്ഷേ നിങ്ങൾക്ക് 17% ഡിസ്കൗണ്ട് ഉണ്ട്. എൻ്റെ കോഡ് ഉപയോഗിക്കും, Y314 എന്ന കോഡ് ഉപയോഗിച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1094 രൂപയ്ക്ക് 1094 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് കിട്ടും കേട്ടോ. അതാണ് നമ്മുടെ കോഴ്സ്, നമ്മുടെ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ ഇംഗ്ലീഷ് ബാച്ചിൻ്റെ ഫീസ്. പിന്നെ അബ്ദുള്ള നമ്മുടെ വിജയമുദ്രയുടെ കോഴ്സ് എനിക്ക് തോന്നുന്നു 1400 സംതിങ് ആണ്, 1400 സംതിങ്, 1400 സംതിങ് ആണ് കേട്ടോ. കോഡ് അടിച്ചു കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അബ്ദുള്ള കോഡ് ഒന്ന് അടിച്ചു കൊടുത്തു. Y314 ആണ് കോഡ്. അപ്പോൾ 17% ഡിസ്കൗണ്ട് കിട്ടും. മറക്കണ്ട, കോഡ് അടിച്ചു കൊടുത്താൽ നമുക്ക് 17% ഡിസ്കൗണ്ട് കിട്ടും. ഇല്ലെങ്കിൽ പിന്നെ 15% അതിലുള്ളത് കിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ചു, കോഡ് അടിച്ചു കൊടുത്തു, അപ്ലൈ കോഡ്, അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, അതെന്നാ ഓക്കെ. അതെ SSC ആണ് കറക്റ്റ്. റിക്രൂട്ട്മെന്റ് പ്രോസസ് പെട്ടെന്നാണ്. മാത്രമല്ല പെട്ടെന്ന് ജോലിയുടെ കാര്യം കയറാം, എല്ലാ പ്രിവിലേജും കൂടുതലാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, യെസ് അത് തന്നെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആണ്. മാത്രമല്ല SSCയിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ജോലി എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി നല്ല തസ്തികയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. യുവർ പോസ്റ്റ് ഇസ് ഗുഡ്, യുവർ പേ സ്കെയിൽ ഇസ് ഗുഡ് ആൻഡ് യുവർ ലൈഫ് വിൽ ചേഞ്ച് എ ലോട്ട്. ഡ്രാസ്റ്റിക് ആയിട്ട് ചേഞ്ച് ചെയ്യും, ഒരുപാട് അങ്ങ് മാറും, അടിപൊളിയായിട്ട് മാറും. സോ യുൽ അഫക്റ്റ് എ സ്വീപ്പിംഗ് ചേഞ്ച്, മൊത്തത്തിലൊരു എക്സ്പാൻസീവ് ആയിട്ടുള്ള ചേഞ്ച് വരും. അതാണ് ഒരു SSCയുടെ ഒക്കെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കോമ്പറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഐ വുഡ് സേ SSCക്ക് നോക്കാം. ഡ്രീം ഫോർ SSC കേട്ടോ. ഓക്കെ, അപ്പോൾ ഹോൾഡ് സമ്മൺ ടു റാൻസം, നമ്മളതാ പറഞ്ഞു നിർത്തി അല്ലേ. അത് ഒരാൾ നമ്മൾ പിടിച്ചു വെച്ചിട്ട് അയാൾ ഡിമാൻഡ് ചെയ്യണം, പൈസ തരുന്ന ഒരാളെ വിട്ടയക്കില്ല എന്ന് പറയുന്നത് തന്നെയാണ് ഹോൾഡ് സംബഡി ടു റാൻസം എന്ന് പറയാം. ഓക്കെ, ഇഡിയമാണ്. അടുത്ത ഷൈ അവേ. അത് ഷൈ അവേ നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ഒരു കാര്യത്തിനെ അവോയ്ഡ് ചെയ്യണം. ബിക്കോസ് എന്തുകൊണ്ടാണ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത്? ബിക്കോസ് യു ഡിസ്ലൈക്ക് ഇറ്റ്, ദാറ്റ് യു ഡിസ്ലൈക്ക് ഓർ യു ഫിയർ. പേടിയാണ് അതിനോട്, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര നെർവസ് അതിനോട് ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ യു ഡോണ്ട് ലൈക്ക് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് അവോയ്ഡ് ചെയ്തിക്കണം, അതിനെ മാറ്റി. യു ആർ ഇവേഡിങ് ഫ്രം ദാറ്റ്, അല്ലെങ്കിൽ യു അവോയ്ഡ് ദാറ്റ്, എങ്കിൽ നമുക്ക് പറയാം ഷൈ അവേ എന്ന് പറയാം. ദാറ്റ്സ് ദ ഫ്രേസൽ വേർബ്. ഷൈ അവേ എന്ന് പറഞ്ഞാൽ അവോയ്ഡ് സംതിങ് ദാറ്റ് യു ഡിസ്ലൈക്ക്, ഫിയർ എക്സെട്ര. അതിനെയാണ് നമ്മൾ പറയുന്ന ഈ ഷൈ അവേ എന്നുള്ള ഫ്രേസ്. നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ.
ഓക്കെ, അപ്പൊ ഇതാണ് ഹിറ്റ് വോൾ മറക്കണ്ട. ഓൺ ദ ടേബിൾ, പുൾ ഔട്ട്, ഷൂട്ട് അപ്പ്, ഹോൾഡ് സംബഡി ടു റാൻസം, ഷൈ എവേ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. തീർന്നിട്ടില്ല, 4 എണ്ണോട് പഠിക്കാം. കാര്യം ചെയ്യുന്ന കുറച്ച് അധികം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. വാഷ് വൺസ് ഹാൻഡ്സ് ഓഫ്. നമ്മൾ പീലാത്തോസിനെ ഓർത്താൽ മതി. ബൈബിളിൽ ഒരു പീലാത്തോസ് എന്നൊരു ക്യാരക്ടർ ഉണ്ട്, നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ പീലാത്തോസ് എന്ത് ചെയ്യുന്നറിയോ? യേശുക്രിസ്തുവിനെ കുരിശ് തറയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ പീലാത്തോസ് ആണ് നമ്മുടെ ജഡ്ജ്മെന്റ് നടത്തുന്ന ആൾ കേട്ടോ. പുള്ളി ആദ്യമൊക്കെ ഓക്കെ ഇങ്ങനെയാണ് കുറ്റക്കാരനാണ് ഇങ്ങനെയാണെന്നൊക്കെ നോക്കി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങൾക്ക് മനസ്സിലായി തെറ്റൊന്നും യേശുക്രിസ്തു ചെയ്തിട്ടില്ലെന്നേ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അപ്പം എനിക്കത് വിധിക്കാൻ പറ്റുന്നില്ല. ഐ എം നോട്ട് എ ജഡ്ജ്, ഐ കെ നോട്ട് ജഡ്ജ് ഹിം എന്ന് മനസ്സിലാക്കി പീലാത്തോസ് എന്ത് ചെയ്തു? പെട്ടെന്ന് വെള്ളം എടുത്ത് കൈ കഴുകിയിട്ട് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് കൈ കഴുകുക. ഓക്കെ, ഞാൻ കൈ കഴുകുവാണ്, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പീലാത്തോസിന്റെ ഒരു ഡയലോഗ് ഉണ്ട്, ഭയങ്കര ഫേമസ് ആയിട്ടൊരു ഡയലോഗാണ്. ഓക്കെ, കൈ കഴുകുന്ന ഡയലോഗ്. അപ്പോൾ അതാണ് ഇഡിയമായിട്ട് വന്നത്. ആ ഒരു ബിബ്ലിക്കൽ സ്റ്റോറിയിൽ നിന്ന് ഒരു ഇഡിയം ഫോം ചെയ്താണ് വാഷ് വൺസ് ഹാൻഡ്സ് ഓഫ്. അപ്പോൾ വാഷ് വൺസ് ഹാൻഡ്സ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ക്ലെയിം റെസ്പോൺസിബിലിറ്റി ഫോർ, ഇതിൽ എനിക്ക് പങ്കില്ലേ, ഞാനല്ലേ ഇതിനൊന്നും ഇടപെട്ടത്, എനിക്കിതിനെ പറ്റി ഒരു കാര്യം അറിയത്തില്ല. അതായത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ കൈ ഒഴിയുക, നമ്മളങ്ങ് കൈ ഒഴിയുവാണത്. അയ്യോ ഇത് ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കിതിനെ പറ്റി ഒരു അറിയത്തില്ല, ഞാൻ അറിഞ്ഞില്ലല്ലേ, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ. ആ സംഭവമാണ് വാഷ് വൺസ് ഹാൻഡ്സ് ഓഫ്. നമ്മൾ മലയാളത്തിൽ പറയില്ലേ, ആ സംഭവമാണ് ഇപ്പൊ എന്താ വാഷ് വൺസ് ഹാൻഡ്സ് ഓഫ്. അതായത് യു ഡിസ്ക്ലെയിം, യു ക്ലെയിം ചെയ്യാന്ന് പറഞ്ഞാൽ യു സേ ഇത് എൻ്റെ ആണ്, ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ അസേർട്ട് ചെയ്യാണ്. പക്ഷെ ഡിസ്ക്ലെയിം മീൻസ് ക്ലെയിമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് യു ഡിസ്ക്ലെയിം. ഇത് എൻ്റെ അല്ല, ഐ എം നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദിസ്, ഐ എം നോട്ട് അക്കൗണ്ടബിൾ ഫോർ ദിസ്. ആ ഒരു അർത്ഥമാണ് വാഷ് വൺസ് ഹാൻഡ്സ് ഓഫ് എന്ന് പറയാം. ഓക്കെ, ഷൈ അവേ പുൾ ഔട്ട് വരില്ലേ എന്ന് ചോദിച്ചാൽ വ്യത്യാസം പറഞ്ഞുതരാം. ഓക്കെ, പുൾ ഔട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കാര്യം നമ്മൾ വിഡ്രോ ചെയ്യാണ്, അതായത് നമ്മളൊരു കാര്യം ഏറ്റെടുത്ത് നിന്നോണ്ട്. ഇവിടെ നോക്കുക, പുൾ ഔട്ടിന്റെ പ്രത്യേകത എന്താ അറിയോ ഗുരുദാസെ? നമ്മളെ പുൾ ഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, യു ആർ ഡൂയിങ് സംതിങ്, ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് നമുക്ക് പറ്റില്ല, നമ്മൾ ഇട്ടിട്ട് പോവാണ്, യു ആർ റിട്രീറ്റിംഗ് ഫ്രം ഇറ്റ്. ദാറ്റ് മീൻസ് അവിടെ ചെയ്തുകൊണ്ടിരുന്ന് പിൻവാങ്ങുക നമ്മൾ അവിടുന്ന്. ഇതിപ്പോൾ ഈ ഒരു യുദ്ധം നടക്കുകയാണെ, അല്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉക്രൈനും റഷ്യയും നമ്മൾ യുദ്ധം നടക്കാം. അപ്പൊ അതിന്റെ സമയത്ത് റഷ്യ എന്ത് ചെയ്യും? അന്ന് അങ്ങ് പിൻവാങ്ങിയേക്കാം, വേണ്ട അത് ശരിയാവും തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ റിട്രീറ്റ് ചെയ്യുകയാണ്. ദേ ആർ റിട്രീറ്റിംഗ് ദ ട്രൂപ്സ് ഫ്രം ദ വാർ ഫേസ് എന്ന് പറഞ്ഞാൽ അതെന്താ, അവർ കാര്യത്തിൽ ഇൻവോൾവ് ആണ്, അതിൽ നിന്ന് അവർ റിട്രീറ്റ് ചെയ്യുക, പിൻവാങ്ങുകയോ ചെയ്യുന്നത്. ഡിഫറൻസ് മനസ്സിലായോ? പക്ഷേ ഷൈവ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളൊരു കാര്യം നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമ്മളതിൽ ടേക്ക് പാർട്ട് ചെയ്തിട്ടില്ല, യു ആർ നോട്ട് ഇൻവോൾവ് ഇൻ ഇറ്റ്, നിങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടില്ല. ചെയ്യാൻ പോകുമ്പോഴേ നമുക്ക് മനസ്സിലാവും, അയ്യോ എനിക്കത് പറ്റില്ല, എന്നെ കൊണ്ടത് പറ്റുമെന്ന് തോന്നുന്നില്ല, ഓർ യു ഡോണ്ട് ലൈക്ക് ഇറ്റ്, എനിക്കത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യുന്നില്ല. മനസ്സിലായോ? അതായത് ഇന്ത്യയെ പോലെ, ഇന്ത്യക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയാ. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ മാറി നിൽക്കുന്നു, 2 സൈഡ് കൊടുക്കാത്ത എന്തുകൊണ്ടാ? അത് ശരിയാവില്ല, അത് പേടി. നമുക്ക് വലിയ നാളെ അല്ലെ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ട് ചിന്തിക്കും. നാളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ ഇത് സെയിം എക്സാമ്പിൾ തന്നെ എടുക്കാം. നാളെ അതിൽ കയറി ഇടപെട്ടാൽ മിക്കവാറും പണി പാടും. മാത്രമല്ല ഇന്ത്യക്ക് ഇതുപോലത്തെ വാർ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാൻ ഇഷ്ടമല്ല, ഒന്ന് ഡിസ്ലൈക്ക്. അടുത്ത ഫിയർ ആണ്, നാളെ വലിയൊരു പ്രശ്നം വന്നാൽ ഇവരെ നമുക്ക് വേണം, ആരെയും പണക്കാൻ പറ്റില്ല. സോ ആ ഒരു ഇതിൽ ചിന്തിച്ചാൽ ഓക്കെ, ആ ഒരു ഇതിൽ ചിന്തിച്ചാൽ മതി. കത്തിയോ? അതാണ് വ്യത്യാസം. ഓക്കെ അടുത്തിട്ടോ. അനി നീ എന്നെ പബ്ലിക്കായിട്ട് നാറ്റിക്കോ? ഐ എം നോട്ട് എ പേഴ്സൺ ലൈക്ക് ദാറ്റ്. നോയമ്പെടുക്കുന്ന ഒരാളല്ല. നോർമലി ലൈഫിൽ നോയമ്പൊന്നും നോക്കി അങ്ങനെ ഒരു എല്ലാം അറിയില്ല, അങ്ങനത്തെ ഒരാളല്ല ഞാൻ. നീ പബ്ലിക്കായിട്ട് എന്നെ നാറ്റിക്കോ അല്ലേ? കൊള്ളാം. ഇല്ല കേട്ടോ, നോ. കൊള്ളാം. ചിപ്പി ഓക്കെ. ഐ പുൾ ഔട്ട് ഫ്രം ദ ഡീൽ. ആ സെറ്റ്. പുൾ ഔട്ട് ഫ്രം ദ ഡീൽ എന്ന് പറഞ്ഞാൽ ഡീൽ ഏറ്റെടുത്തില്ല, അതിന് മുമ്പ് ഞാൻ അയ്യോ വേണ്ട ഞാൻ അത് ചെയ്യുന്നില്ല, ഐ എം അവോയ്ഡിങ് ഇറ്റ്. അതാണ് വ്യത്യാസം. മനസ്സിലായോ? യാ ഓക്കെ. അടുത്തത് ഗെറ്റ് അലോങ് വിത്ത്. നമുക്കറിയാം ഗെറ്റ് അലോങ് വിത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഇൻഫോർമൽ ആയിട്ടുള്ളൊരു ഫ്രേസൽ വേർബാണ്. ഗെറ്റ് അലോങ് വിത്ത് എന്ന് പറഞ്ഞാൽ വി ഗെറ്റ് അലോങ് വിത്ത് വെൽ, അല്ലെങ്കിൽ പറയില്ലേ വി ഗെറ്റ് അലോങ് വെൽ, നമ്മൾ അടിപൊളിയായിട്ട് ഗെറ്റ് അലോങ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ ഞങ്ങൾ ഭയങ്കര സെറ്റാണ്, ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, വി ആർ ഫ്രണ്ട്ലി. അതാണ് ഗെറ്റ് അലോങ് വിത്ത് സം വൺ എന്ന് പറഞ്ഞാൽ യു ഹാവ് ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് സം വൺ, യു ആർ സോ ഗുഡ് വിത്ത് ദാറ്റ് പേഴ്സൺ. ആ നല്ല ടേംസിലാണ്, യു ആർ ഇൻ ഗുഡ് ടേംസ് വിത്ത് ദാറ്റ് പേഴ്സൺ. അങ്ങനെയാണ് ഗെറ്റ് അലോങ് എന്ന് പറയാം. ഓക്കെ, ഹാവ് ഫ്രണ്ട്ലി റിലേഷൻ അല്ലെങ്കിൽ ഹാവ് ബി ഇൻ ഗുഡ് ടേംസ് കേട്ടോ. ബി ഇൻ ഗുഡ് ടേംസ്. ബി ഇൻ ഗുഡ് ടേംസ് എന്ന് പറഞ്ഞാലും എന്താണെന്ന് ഓർത്തോണം. ഇതൊക്കെ ഫ്രേസിൽ യൂസേജ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ബി ഇൻ ഗുഡ് ടേംസ് വിത്ത് സം വൺ, അതിനെയാണ് ഗെറ്റ് അലോങ് എന്ന് ചെയ്യാം. ഗെറ്റ് അലോങ് വിത്ത് സം വൺ ഓർ അതിൻ്റെ അർത്ഥം ഹാവ് ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് സം വൺ കേട്ടോ, ഓർത്ത് വെച്ചോളാം. അടുത്താണ് ഗെറ്റ് വൺസ് ആക്ട് ടുഗെദർ. ഗെറ്റ് വൺസ് ആക്ട് ടുഗെദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുട്ട് യുവർ സെൽഫ് ടുഗെദർ, പുട്ട് ഇറ്റ് ടുഗെദർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? പുട്ട് ഇറ്റ് ടുഗെദർ അല്ലെങ്കിൽ ഗെറ്റ് ഇറ്റ് ടുഗെദർ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നറിയോ? ഗെറ്റ് യുവർ ആക്ട് ടുഗെദർ അല്ലെങ്കിൽ പുട്ട് യുവർ ആക്ട് ടുഗെദർ എന്നൊക്കെ പറഞ്ഞാൽ എന്തറിയോ? നീ ഒന്നും എല്ലാം വിട്ട് അതൊക്കെ വിട്ടുകള ആൻഡ് മേക്ക് യുവർ സെൽഫ് ഓർഗനൈസ്ഡ് കേട്ടോ. എന്തുകൊണ്ടാണ് ആ ഒരു കാര്യത്തിലൂടെ ഇച്ചിരി ഓർഗനൈസ്ഡ് ആയിട്ട് വരണം. എഫക്റ്റീവ് ആയിട്ടൊരു കാര്യം ചെയ്യണമെങ്കിൽ ഇൻ ഓർഡർ ടു ഡു സംതിങ് ഇഫക്റ്റീവ് യു ഹാവ് ടു സ്റ്റാർട്ട് ടു
ഓർഗനൈസ് വൺ സെൽഫ്. നമ്മളെ തന്നെ ഒന്ന് ഓർഗനൈസ് ചെയ്തെടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പുട്ട് ഇറ്റ് ടുഗെദർ അല്ലെങ്കിൽ ഗെറ്റ് വൺസ് ആക്ട് ടുഗെദർ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ, ഒരു കാറ്റസ്ട്രോഫി സംഭവിച്ചു എന്ന് വിചാരിക്കുക, എന്തെങ്കിലും ഒരു നെഗറ്റീവ് സംഭവം നടന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ആകെപ്പാടെ ഒരു ഫിസിക്കലി ആൻഡ് മെന്റലി വേറൊരു ലെവലിലാണ്, മൊത്തം എന്താ പറയുക, ഒരു കുത്തഴിഞ്ഞ ജീവിതം നടക്കുന്നതെന്ന് വിചാരിക്കാം. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഇഫ് സംബഡി ടെൽസ് യു ടു ഗെറ്റ് യുവർ ആക്ട് ടുഗെദർ മീൻസ് ദേ ആർ ടെല്ലിങ് യു ടു ബി ഇൻ എ ഗുഡ് സെൽഫ്. അതൊക്കെ വിട്ടുകളാ, എന്നിട്ട് മേക്ക് യുവർ സെൽഫ് ഓർഗനൈസ്ഡ്, ഒരു ഇഫക്റ്റീവായിട്ട് സെറ്റായിട്ട് ലൈഫ് മുന്നോട്ട് പോവുക. സോ ടു സ്റ്റാർട്ട് ടു ഓർഗനൈസ് യുവർ സെൽഫ്, അതിനെയാണ് ആ ആൾ പറയാം. ദാറ്റ്സ് എ ഡിഫറൻസ്. മനസ്സിലായോ? അടുത്തത് സ്റ്റാറ്റസ് കോ. നമ്മൾ കേട്ടിട്ടുള്ള പരിചയമുള്ള വാക്ക് തന്നെയാണ് സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, അതിനാണ് സ്റ്റാറ്റസ് കോ എന്ന് പറയും. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോൾ വാഷ് വൺസ് ഹാൻഡ് ഓഫ്, പീലാത്തോസിന് ഓർത്തോളാം, ഗെറ്റ് അലോങ് വിത്ത് ഹാപ്പി. ഓക്കെ, ഗെറ്റ് വൺസ് ആക്ട് ടുഗെദർ, പുട്ട് യുവർ സെൽഫ് ടുഗെദർ പറയാം. പിന്നെ സ്റ്റാറ്റസ് കോ, എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. ഓക്കെ, ഗോട്ട് ഇറ്റ്, ഐ ഗെസ്. മൂവിങ് ടു ദ സിനണിംസിലോട്ട് പോകാം. അതിനു മുമ്പ് when the progress hit a wall, employees were put on the എംപ്ലോയീസിനെ നമ്മൾ ഡിസ്കഷന് വേണ്ടി വെക്കൂല. എങ്ങനെ കൊടുക്കാം? എംപ്ലോയീസിന്റെ എംപ്ലോയീസ് ഡിമാൻഡ്സ് കൊടുത്തോ, അല്ലെങ്കിൽ എംപ്ലോയീസ് പ്രൊപ്പോസൽ, അല്ലെങ്കിൽ എംപ്ലോയീസ് ജോബ്, അല്ലെങ്കിൽ അങ്ങനെ എംപ്ലോയീസ് പ്രൊഫൈൽ എന്നൊക്കെ കൊടുക്കുക. എംപ്ലോയീസിനെ നമ്മൾ ഡിസ്കഷന് വേണ്ടി വെക്കുമെന്ന് പറയില്ല. നമ്മൾ എന്താ ഡിസ്കഷന് വേണ്ടി വെക്കുന്നത്? ഒരു പ്രൊപ്പോസൽ ആയിരിക്കാം, ഒരു ഐഡിയ ആയിരിക്കാം, ഒരു കോൺസെപ്റ്റ് ആയിരിക്കാം, ഡിമാൻഡ്സ് ആയിരിക്കാം, അല്ലേ? അപ്പോൾ അതൊന്ന് ചിന്തിച്ചോണം. യു പുട്ട് സംതിങ് ഓൺ ദ ടേബിൾ മീൻസ് യു ആർ പുട്ടിങ് സംതിങ്, നോട്ട് സംബഡി. കേട്ടോ? ഓക്കെ, when the progress hit a wall, employees demands were put on the table. കൊടുക്കോ? Okay, get along with editorial family. That's great. Yeah, we have a friend relation. Yes, we do. അപ്പോൾ നമുക്ക് സിനണിംസിലോട്ട് തുടങ്ങാം. ഫസ്റ്റ് സിനണിം സാങ്ഷൻ. സാങ്ഷൻ എന്ന വാക്ക് നമ്മൾ എപ്പോഴും പറയുന്ന വാക്കാണ്. സാങ്ഷൻ 2 മീനിങ് ഉണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് മീനിങ് ഉണ്ട്. പോസിറ്റീവ് മീനിങ് ഈസ് ഓതറൈസേഷൻ, കൺസെന്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന വാക്ക്. അതുപോലെ തന്നെ നെഗറ്റീവ് മീനിങ് ഉണ്ട്, പെനൽറ്റി, അല്ലെ, പണിഷ്മെന്റ്. പെനൽറ്റി അല്ലെങ്കിൽ പണിഷ്മെന്റ് എന്നുള്ള വാക്കും ഉണ്ട്. അപ്പോൾ അതേ സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്? നൗണായിട്ട് വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ സാങ്ഷൻ കിട്ടി, പണിഷ് ചെയ്തു എന്നർത്ഥം, അല്ലെങ്കിൽ പെർമിറ്റ് ചെയ്തു, അല്ലെ, പെർമിറ്റ് ചെയ്തു, അലോ ചെയ്തു, ഓതറൈസ് ചെയ്തു എന്നൊക്കെയാണ് അതിന്റെ വേർബിന്റെ ഫോർമുലേഷൻ. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. പിന്നെയും ഞാൻ ഇത് എഴുതും, പിന്നെയും ഞാൻ പറയും, അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ. അടുത്ത വാക്ക് ബറാഷ് എന്നൊക്കെ പറയില്ല നമ്മൾ, ബിറാഷ്. ഓർത്തോണേ, ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ഇങ്ങനെ ബറാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ മിറാജ് മരീചിക പറയില്ലേ, മിറാജ്. അതുപോലെ തന്നെ ഗറാഷ് പറയില്ലേ, ഗാരേജ് എന്നൊക്കെ നമ്മൾ പറയും. ഇറ്റ്സ് നോട്ട് ഗാരേജ്, ഇറ്റ്സ് ഗറാഷ്. മിറാജ്, ബറാഷ്, അതാണ് ബറാഷ്. കേട്ടോ? ബറാഷ് എന്ന് പറഞ്ഞ നൗണാണ്. ബറാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വാർ സോണിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ബോംബിങ്, ഷെൽസ് ആക്രമണം, അതുപോലെ ഈ പറയുന്ന ഗൺ ഫയർസ്, അതിന് ആ ഒരു നിർത്താതെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആ ഒരു ആക്രമണമില്ല, അറ്റാക്കില്ലേ, അതിന് നമ്മൾ പറയുന്നത് ബറാഷ് മീൻസ് ബോംബാർഡ്മെന്റ്, അല്ലെങ്കിൽ കാനനേഡ്, ഗൺ ഫയർ എന്നൊക്കെ നമുക്ക് പറയാം. അതാണ് ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം ബറാഷ് എന്ന് പറഞ്ഞാൽ ഡാം, വെള്ളം കെട്ടി നിർത്തുന്ന വെള്ളം നമ്മൾ സ്റ്റോർ ചെയ്യുന്ന നിർത്തി വെക്കില്ലേ. യു ആർ സ്റ്റോറിങ് ഇറ്റ്, നോട്ട് സ്റ്റോറിങ്, യു ആർ റെസ്ട്രിക്റ്റിംഗ് ഇറ്റ്, യു ആർ കൺട്രോളിങ് ഇറ്റ്, അല്ലെ, ബാരിയർ എന്നൊക്കെയാണ് ബറാഷിന് വേറൊരു അർത്ഥം. ഓർത്തു വെച്ചോണം കേട്ടോ. അപ്പൊ ഇതാണ് ബോംബാർഡ്മെന്റ്. അപ്പൊ ബോംബാർഡ്മെന്റ് ബോംബ് വെച്ച് നമ്മൾ പിടിച്ചു നിർത്തുവല്ലേ, ആ ഒരു കാനനേഡ് വെച്ചിട്ട് നമ്മൾ മൊത്തം ഗൺഷോട്ട് വെച്ചിട്ട്, ഗൺഫയർ വെച്ചിട്ട് നമ്മൾ എവിടെ പിടിച്ചു നിർത്തുവല്ലേ. അപ്പൊ അതിന്റെ ഒരു അർത്ഥം ബാരിയർ എന്നൊരു അർത്ഥത്തിലാണ് ബറാഷ് ഉപയോഗിക്കാറ് കേട്ടോ. ഓർത്തു വെച്ചോളാം. അടുത്തത് അലായി പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് ആലി. ഓർത്തു വെച്ചോണം. ആലി മീൻസ്, അതും നൗൺ തന്നെയാണ്. ആലി മീൻസ് പാസേജ്. ഓക്കെ, ഇംഗ്ലീഷ് മൂവീസിലൊക്കെ ഇന്ന ആലി എന്നൊക്കെ പറഞ്ഞ് മൂവി 2022 എന്താ ഗാസ്കൺ സംതിങ് ഒരു ആലി എന്ന് പറഞ്ഞൊരു മൂവിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ അത് കാണണം എനിക്ക്, അതിന് വേണ്ട. അപ്പം ആലി എന്ന് പറയുന്നത് ഇത്, പക്ഷേ ഇറ്റ് ഈസ് അലായി. അലായി എന്ന വാക്കിന് അലൈസ് ഉണ്ട്, പ്ലൂറലുണ്ട്, അലൈസ്. അത് വേർബായിട്ട് നമ്മൾ പറയും കേട്ടോ, നൗണായിട്ടും വേർബായിട്ടും പറയും. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള സാധനം തന്നെയാണ്. അലൈ എന്ന് പറഞ്ഞാൽ പാർട്ട്ണർ, അല്ലെങ്കിൽ കൊളാബറേറ്റർ, അസോസിയേറ്റ് എന്നൊക്കെ അർത്ഥം. പിന്നെ ഉണ്ട് കോൺഫെഡറേറ്റ് ഒക്കെ, നമുക്ക് അക്കംപ്ലിസ് ഒക്കെ പറയാം. പക്ഷെ അക്കംപ്ലിസും കോൺഫെഡറേറ്റും ഒക്കെ പറയുമ്പോൾ അത് കുറച്ചുകൂടെ നെഗറ്റീവ് മീനിങ് ആണെന്ന് മാത്രം വ്യത്യാസമുള്ളൂ. അപ്പോൾ പാർട്ട്ണർ എന്ന് നമുക്ക് പറയാം, പാർട്ട്ണർ. ഓക്കെ, പാർട്ട്ണർ ആണ്, അസോസിയേറ്റ് ആണ്, കൊളാബറേറ്റർ ആണ് എന്നൊക്കെ അലൈക്ക് പറയാം. ഓക്കെ, പിന്നെ അലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ കമ്പൈൻ ചെയ്യുക, മേർജ് ചെയ്യുക എന്നൊക്കെ, ഫ്യൂസ് ചെയ്യുക, അല്ലെ, കമ്പൈൻ ചെയ്യുക, കൂടുക, അല്ലെ, പാർട്ട്ണർ ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഈ പറയുന്ന അലൈ എന്ന വേർബിന്റെ അർത്ഥം.
പിന്നെ കേബ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, പരിചയമുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കേബ് നൗൺ ആയിട്ടും വേർബ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം. കേബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ട്രെയിൻറ്റ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് റിസ്ട്രെയിൻറ്റിൽ ടി വന്നാൽ അത് നൗണാ. പക്ഷെ റിസ്ട്രെയിൻ ചെയ്യുക ഇറ്റ്സ് വേർബ്, അതിന്റെ വേർബാണ് നമ്മൾ കൺട്രോൾ ചെയ്യുക അല്ലേ. റിസ്ട്രെയിൻറ്റ് ഇസ് നൗൺ, കൺട്രോൾ അല്ലേ, ചെക്ക് ചെയ്യുക അല്ലേ. ഒരു നമ്മൾ റെസ്ട്രിക്ഷൻ അല്ലെ, റെസ്ട്രിക്ഷൻ തന്നെയാണ് റിസ്ട്രെയിൻറ്റിൻ്റെ അർത്ഥം. റെസ്ട്രിക്ഷൻ തടസ്സപ്പെടുത്താണ് അല്ലേ. റെസ്ട്രിക്ഷൻ, കൺട്രോൾ എന്നൊക്കെ നൗണ്. പിന്നെ റിസ്ട്രെയിൻ ചെയ്യുക, അതുപോലെ തന്നെ റിപ്രസ് ചെയ്യുക അല്ലെങ്കിൽ സപ്രസ് ചെയ്യുക എന്നൊക്കെയാണ് എൻ്റെ നൗൺ ഫോർമുലേഷൻ കേട്ടോ. സപ്രസ് ചെയ്യുക, റിപ്രസ് ചെയ്യുക, ചെക്ക് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നൊക്കെ ഈ പറയുക. റിസ്ട്രെയിൻ ചെയ്യുക, റിസ്ട്രെയിൻ നൗൺ, ടി ഇല്ലെങ്കിൽ നൗൺ കേട്ടോ. അതുപോലെ കംപ്ലെയിൻ ആൻഡ് കംപ്ലെയിൻറ്റ്, അതുപോലെ തന്നെയാണ് റിസ്ട്രെയിൻ ആൻഡ് റിസ്ട്രെയിൻഡ് കേട്ടോ. അടുത്തത് അൺറാവൽ. ഇന്നലെ നമ്മൾ സിനോണിമായിട്ട് അൺറാവൽ പഠിച്ചായിരുന്നു. ഓക്കെ, അൺറാവലിന്റെ മീനിങ് ഇതാണ്, അണ്ടു, കെട്ടഴിക്കുക, അതിനെയാണ് അൺറാവൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ. അൺടാങ്കിൾ, കെട്ട് കുരുങ്ങിയിരിക്കുന്ന കുരുക്കഴിക്കുക, ദാറ്റ് ഇസ് അൺടാങ്കിൾ. അൺഡു, അൺടാങ്കിൾ എന്നൊക്കെ അർത്ഥം. അപ്പോൾ അതേ മീനിങ് തന്നെയല്ലേ സോൾവ് ചെയ്യുക, റിസോൾവ് ചെയ്യുക. ഒരു കാര്യം നമ്മൾ സോൾവ് ചെയ്യുക അല്ലെങ്കിൽ റിസോൾവ് ചെയ്യുക അല്ലെ, എലൂസിഡേറ്റ് ചെയ്യുക, ഡെസിഫർ ചെയ്തെടുക്കുക അല്ലെ. നമ്മളൊരു കാര്യത്തിന് ഡെസിഫർ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കുകയാണ്, അതിൻ്റെ എന്തോ ഒരു കാര്യം നമ്മൾ സോൾവ് ചെയ്തെടുക്കുകയാണ്, കണ്ടുപിടിക്കുകയാണ്, റിവീൽ ചെയ്യുക. അങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന അൺട്രാവൽ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർത്ത് വെച്ചോണേ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന വാക്കുകൾ തന്നെയാണ്. ബട്ട് ഐ എം ജസ്റ്റ് ഗിവിംഗ് യു സം മോർ സിനോണിംസ്, കുറച്ചുകൂടെ പഠിക്കാൻ വേണ്ടിയിട്ട്, ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓൾ റൈറ്റ്. ഓക്കെ വൊക്കാബ് സെഷൻ അല്ലേ. ദീപ്സ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ എന്നാണെന്നറിയോ, വൊക്കാബിൻ്റെ ആ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് ഐ ഹാവ് ടു ബി കമ്മിറ്റഡ് അല്ലേ. ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഡെയിലി അത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ലൈക്ക് വീക്ക്ലി വൺസ് എങ്കിലും എനിക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ എന്തായാലും ചെയ്യാം. ESICയുടെ എക്സാം ആണ് നമ്മുടെ സൺഡേ, ESIC എക്സാം ആണ് സൺഡേ. അപ്പോൾ അതുകൊണ്ട് ESICക്കാർക്ക് കുറച്ച് മോക്ക് ടെസ്റ്റ് എനിക്ക് കൊടുക്കണം. അതെൻ്റെ ഐ എം അക്കൗണ്ടബിൾ ഫോർ ദാറ്റ്. അപ്പം അതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് മൈ വേർഡ്. അത് ഞാൻ ചെയ്തു തരും. പക്ഷേ ഞാനിപ്പം ESIC കോൺസെൻട്രേറ്റ് ചെയ്യാം. നമ്മുടെ എക്സാം ESICക്കാരുടെ എക്സാം വരുവാണ് സൺഡേ. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് വീക്ക് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യാ, ഓൾ റൈറ്റ്. അടുത്തത്, ഐ യൂഷ്വലി ഷൈ അവേ ഫ്രം ഇംഗ്ലീഷ് ബട്ട് നൗ ഐ ട്രൈ ടു ലേൺ ഇംഗ്ലീഷ്. ദാറ്റ്സ് ഗ്രേറ്റ്, ഗുഡ്. ഓക്കെ, ഓക്കെ, ഹാദിയ ഹായ്. ഓക്കെ, സീക്രട്ട് അലൈ, അതെ സോറി, സീക്രട്ട് അലി ഉണ്ട്, അത് തന്നെ സീക്രട്ട് അലി. അത് അവരുടെ പറഞ്ഞല്ലേ കോളേജിൽ പോകുന്ന ആ താക്കോല് അല്ലേ, അവസാന താക്കോല് കിട്ടുന്ന ഉണ്ട് സീക്രട്ട് അലി. യെസ്, പാസേജ്. യെസ്, ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ബാരാഷ് ഇസ് വെരി ഹൈ. ഓക്കെ, ഓൾ റൈറ്റ്. പൊട്ടൻഷ്യലിന് 2 T ഇല്ല കേട്ടോ, അത് ഓർത്തോണേ. ഐ ഗെറ്റ് ഓൺ അലോങ് വിത്ത് റിൻറ്റുമിസ് from day she started the editorial session in YT. All right, that's great. Sanction from municipality is needed before constructing a factory. Yes, he unraveled the secret. ചിപ്പി, he unravel അല്ല, ഒന്നെങ്കിൽ he unraveled, അതായത് പാസ്റ്റ് ടെൻസിൽ, അല്ലെങ്കിൽ എന്ത് കൊടുക്കണം, he സിംഗുലർ സബ്ജക്റ്റ് ആണ്, അപ്പൊ അതിന് സിംഗുലർ വേർബ് കൊടുക്കണം. he unravels, ചുരുളഴിക്കുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ he unraveled, ചെയ്തു, അവൻ ചുരുളഴിച്ചു കേട്ടോ. the secretന്റെ ചുരുളഴിച്ചു പറയാം. During the pandemic, government declared lockdown to curb the surge of COVID-19. Yes. Students from Ukraine came through many barrages. Yes, they do. Yeah. State government should adopt all measures to curb violence in society. Yes. Urban area of Ukraine turned to barrage and its popular barrage seized by Russia. Yes. He got sanctioned when he pulled out from meeting. Okay. What a punishment, alle? How to unravel problems between ally and me. Okay, all right. Yes. The problem between me and him can't unravel yet. The problem between me and him can't unravel yet. Okay, can't unravel yet. All right. Okay. പക്ഷേ അൺട്രാവലിന് ഒരു പ്രശ്നമുണ്ട്. അൺട്രാവലിന് നമ്മൾ അതൊരു ട്രാൻസിറ്റീവ് വേർബാണേ. അപ്പോൾ കാണ്ട് അൺട്രാവൽ യെറ്റ് എന്ന് പറയുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കാം. അശ്വതി അത് റിട്രാക്ട് ചെയ്ത് പിൻവലിച്ചോ. ഓക്കെ, എനിവേ, ഓക്കെ, ഇത്രേ ഉള്ളൂ. ദ പ്രോബ്ലം ബിറ്റ്വീൻ ഹിം ഓൺ മീ, ആദ്യം അയാളാണ്. ദ പ്രോബ്ലം ബിറ്റ്വീൻ മീ ആൻഡ് ഹിം കനോട്ട് ബി അൺട്രാവൽഡ്. അങ്ങനെ കനോട്ട് ബി അൺട്രാവൽഡ്. പാസീവ് കൊടുക്കൂ. അൺട്രാവൽ ഇസ് ട്രാൻസിറ്റീവ് വേർബ്, അതുകൊണ്ട് പാസീവൈസേഷൻ കൊടുത്ത് സെറ്റ് ആകും. ഓക്കെ, കാൺ ബി അൺട്രാവൽഡ്. ദേ കെയിം ടു നോ ദാറ്റ് ഇറ്റ് ഇസ് ദ കർബ് ഫ്രം ദെയർ ഓൺ അലൈ. ഓക്കെ, restriction. Okay, unraveling sudoku puzzles are a big task. Unraveling sudoku puzzles ആറല്ല ആതിര, അൺട്രാവലിംഗ് ആണ് ഇവിടുത്തെ സബ്ജക്ട്, ജെറണ്ട് അവിടുത്തെ സബ്ജക്ട്. അപ്പോൾ സുഡോക്കു പസിൽസ് അൺട്രാവൽ ചെയ്യുന്നത്, അപ്പോൾ അൺട്രാവലിംഗ് ആണ് ഇവിടുത്തെ സബ്ജക്ട്. അപ്പം ജെറണ്ട് സബ്ജക്റ്റ് ആയിട്ട് വന്ന വെർബ് എന്തായിരിക്കണം? കോൺകോഡിലെ റൂൾ ആട്ടോ. ജെറണ്ട് സബ്ജക്റ്റ് ആയിട്ട് വന്ന വെർബ് എപ്പോഴും എന്തായിരിക്കണം?
സിംഗുലർ ആയിരിക്കണം. അതായത് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നാണ് നിങ്ങൾ പറയാം. നിങ്ങൾ ഒരിക്കലും പറയില്ല സ്മോക്കിംഗ് സിഗരറ്റ്സ് ആർ ഇൻജൂറിയസ് ടു ഹെൽത്ത് പറയില്ല. യു സേ സ്മോക്കിംഗ് സിഗരറ്റ്സ് ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. കാരണം എന്താ, സ്മോക്കിംഗ് ആണ് അടുത്ത സബ്ജക്ട്. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ ടു യു. അതുകൊണ്ട് അൺറാവലിംഗ് സുഡോക്കു പസിൽസ് ആറല്ല, അൺറാവലിംഗ് സുഡോക്കു പസിൽസ് ഇസ് എ ബിഗ് ടാസ്ക്. I didn't sanction students to go out of class for the party meeting. Okay. Sherlock Holmes unravel mysterious cases. Neetu, Sherlock Holmes unravel ആണോ? Sherlock Holmes ഒരാളല്ലേ, അപ്പോൾ unraveled കൊടുക്കുക അല്ലെങ്കിൽ unravels കൊടുക്കുക, ഇല്ലെങ്കിൽ it's grammatically wrong അല്ലേ? ശ്രദ്ധിച്ചോളാം. The Ukraine ally with NATO is helped to overcome growing Russian assertiveness in the region. ഈസ് എ ഹെൽപ്പ് ഒരു ഹെൽപ്പാണ്, ഒരു സഹായം എന്ന് കൊടുക്കണം കേട്ടോ. ഈസ് എ ഹെൽപ്പ് കേട്ടോ ജിഷ്ണു, അല്ലെങ്കിൽ അത് വേർബിന്റെ ഫോർമുലേഷനിലോട്ട് വരും. ഈസ് ഹെൽപ്പ് ടു അങ്ങനെ മനസ്സിലായോ, അങ്ങനെ വരും. അത് അല്ലെങ്കിൽ ഇങ്ങനെ എ കൊടുക്കുക, ആർട്ടിക്കിൾ ഇവിടെ വേണം. ദ ബറാഷ് അൺട്രാവൽ ദി സ്റ്റാറ്റസ് കോ. ഓക്കെ. ദ ജഡ്ജ് സാങ്ഷൻ ദ കൾപ്രിറ്റ്. ഓക്കെ. ദി ഇൻവെസ്റ്റിഗേഷൻ ടീം അൺട്രാവൽ ദ ട്രൂത്ത് ബിഹൈൻഡ് ദ കുനൂർ കോപ്റ്റർ കേസ്. യാ, crash. Okay. The real face of politicians will be unraveled after the election. Yes. Kerala government sanctions new technology for creating large number of job opportunities. Yes. Barrages are no more a barrage unless you think it is as so. Okay. തിങ്കിൻ്റെ കൂടെ ആസ് വരില്ല കേട്ടോ കാർത്തിക, തിങ്കിൻ്റെ കൂടെ ആസ് വരില്ല. അതാ ഞാൻ എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ടല്ലോ. തിങ്കിലൂടെ ആസ് എന്ന അഡ്വേർബ് പോലെ നമ്മൾ പഠിച്ചതാ. കാർത്തിക ഓർമ്മയുണ്ടോ, നമ്മൾ അഡ്വേർബിന്റെ ക്ലാസ്സിൽ കറക്റ്റായിട്ട് പറഞ്ഞ തിങ്കിലൂടെ ഒരിക്കലും ആസ് പോലെ എങ്ങനെ കൊടുക്കണം. ബറാഷസ് ആർ നോ മോർ എ ബറാഷ് അൺലെസ് യു തിങ്ക് സോ. അൺലെസ് യു തിങ്ക് ഇറ്റ് സോ വേണ്ട, അൺലെസ് യു തിങ്ക് സോ, അത്രേ ഉള്ളൂ. Okay, I'm trying to unravel the curve that I'm imposing on myself regarding unimportant moral values. All right. The company allied with another one. Yes. Breaching the curbs on COVID-19 sanctionable. എന്ത് sanctionable? Breaching the curbs on COVID-19 is sanctionable, is punishable. അതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബ്രീച്ചിങ് ആണ് ഇവിടുത്തെ സബ്ജക്ട്. അപ്പോൾ ഈസ് എവിടെ, വെർബ് എവിടത്തെ, മെയിൻ വെർബ് മെയിൻ വെർബ് വേണ്ടേ. സോ ഈസ് sanctionable. Sanctionable is adjective അല്ലേ. അപ്പോൾ breaching the curbs on COVID-19 is sanctionable. The China curb upon Japanese territory is unhealthy in the Indo-Pacific region. Yes. Hope won't be curbed. Okay. India is expected to make new allies with US companies in the fiscal year. Yes. The ally between India and Pakistan astonished other Asian countries. Yeah. He curb is allied to get along with others. Curb is ally ആണോ, curbed or he curbs. ഫെബ ഇപ്പം ഞാൻ പറഞ്ഞില്ല, സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബ്. അപ്പം ഹി ആവുമ്പോൾ curbs കൊടുക്കുക, അല്ലെങ്കിൽ past tense കൊടുക്കുക, curbed കൊടുക്കുക. Okay. The probe officer unraveled the truth behind Ram's death. Okay. Ukraine faces continuous barrage after the evacuation of foreign students. Yes. European allies make a curb on Russian imports. Yes, they do. They did. Didn't see? Yes. അടുത്ത ലെവറേജ് ആണ്. ലെവറേജ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട്, സ്ട്രെങ്ത്, ഗ്രിപ്പ്, ഇൻഫ്ലുവൻസ് എന്നൊക്കെ പറയും നൗണായിട്ട്. വേർബായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ലെവറേജ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളത് യൂട്ടിലൈസ് ചെയ്യണം, നമ്മളതിനെ പരമാവധി ഉപയോഗിക്കണം. യു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് സംതിങ്, ദാറ്റ് മീൻസ് എക്സ്പ്ലോയിറ്റ് സംതിങ്, ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് സംതിങ്. അല്ലെങ്കിൽ അതിന് വേറൊരു മീനിങ് ആണ് യൂട്ടിലൈസ് ഇറ്റ്, ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് എന്നാണ് വേറൊരു മീനിങ് കേട്ടോ. ഓർത്തോ, ഇതൊക്കെ ഒരേ മീനിങ് ആണ്. യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് സംതിങ്, എക്സ്പ്ലോയിറ്റ് മീൻസ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് സംതിങ്. അപ്പോൾ ടേക്ക് അഡ്വാൻറ്റേജ് അതാണ് ഞാൻ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചോണേ, ലെവറേജിന്റെ വേർബ് മീനിങ് ഇതാണ്, അല്ലാതെ നൗൺ മീനിങ് ഇൻഫ്ലുവൻസ് ചെയ്യുക, ഇൻഫ്ലുവൻസ്, സപ്പോർട്ട്, ഗ്രിപ്പ് എന്നൊക്കെ. അടുത്തത് കംപ്ലയൻസ് ആണ്. കംപ്ലയൻസ് എന്ന നൗൺ കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം കംപ്ലൈ എന്ന വേർബ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ ഡിസ്കസ് ചെയ്താണ്. ഓർത്ത് വെച്ചോണം. കംപ്ലൈ എന്ന അഡ്ഹിയറൻസ്, അഡ്ഹിയർ ചെയ്യുക, കൺഫേം ചെയ്യുക, അബൈഡ് ചെയ്യുക എന്നൊക്കെ അറിയാം. ഇതൊക്കെ വേർബ് ഉണ്ട് അല്ലേ. അഡ്ഹിയർ ദ വേർബ് ഇവിടെ ഉണ്ട്, കൺഫേം ഇതിന്റെ വേർബ് ഇവിടെ ഉണ്ട്, പിന്നെ അബൈഡ് ഇതിന്റെ ഈ ഉണ്ട്, അവിടെ വന്ന് അബൈഡായി. അപ്പൊ ഇതൊക്കെ നമ്മുടെ വേർബാണ്. അതിന്റെ നൗൺ ഫോർമുലേഷൻ ആണ് കംപ്ലയൻസ്. നൗൺ അഡ്ഹെറൻസ്, കൺഫോമിറ്റി, അബൈഡൻസ് അല്ലെങ്കിൽ ഒബീഡിയൻസ് ഇല്ലേ, അതാണ് ഈ കംപ്ലയൻസ് എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ. അടുത്ത വാക്ക് ഈസ് സ്കട്ടിൽ. സ്കട്ടിൽ മീൻസ് വേർബാണ്. സ്കട്ടിൽ മീൻസ് സ്കാമ്പർ, സ്കറി, ബസിൽ. ഈശ്വര, സ്കാമ്പർ എന്താ, സ്കറി എന്താ, ബസിൽ എന്താ, ഇതൊന്നും കേട്ടിട്ടില്ലാത്ത വാക്കാണല്ലോ. സ്കട്ടിൽ മീൻസ് നമ്മൾ ക്വിക്കായിട്ട് ഒരു കാര്യം ചെയ്യുകയാണ്. യു മേക്കിംഗ് ഇറ്റ് ഹറി, യു ഹറിങ് സംതിങ്, യു ഹേസ്റ്റനിങ് സംതിങ്. പെട്ടെന്നാക്കുവാണ്, ബട്ട് വിത്ത് ലിറ്റിൽ സ്റ്റെപ്പ്. യു വാക്ക് ഫാസ്റ്റ് വിത്ത് എന്താണ്, സ്മോൾ സ്റ്റെപ്സ്, വളരെ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തിട്ടുള്ള, എന്നാൽ പെട്ടെന്നായിരിക്കും പരിപാടികൾ, പെട്ടെന്നാണ്. ബട്ട് യു ആർ മേക്കിംഗ് സ്മോൾ സ്റ്റെപ്സ്, ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുക്കുന്നുള്ളൂ, വലിയ സ്റ്റെപ്പ് ഒന്നും എടുക്കുന്നുണ്ട്. യു ആർ ടേക്കിംഗ് സ്മോൾ സ്റ്റെപ്സ്, ചെറിയ സ്റ്റെപ്പ് എടുക്കുള്ളൂ, പക്ഷേ യു ആർ വാക്കിംഗ് സോ ഫാസ്റ്റ്. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കും സ്കട്ടിൽ.
അതിനാണ് സ്കാമ്പർ എന്ന വാക്ക്, സ്കറി ബസ്സിൽ എന്നൊക്കെ. അതായത് ഹറി ചെയ്യുവാണ്, പക്ഷെ സ്റ്റെപ്സ് വളരെ ഷോർട്ട് സ്റ്റെപ്സ് ആയിരിക്കും, സ്മോൾ സ്റ്റെപ്സ് ആയിരിക്കും. ഹേസ്റ്റൺ ചെയ്യാണ്, അതാണ് സ്കട്ടിൽ എന്ന വാക്കിന്റെ അർത്ഥം. അടുത്ത വാക്ക് സോറിങ്. സോറിങ് നിങ്ങൾക്ക് അറിയാം, സോറിങ് എന്ന വാക്കിന്റെ അർത്ഥം ഇറ്റ്സ് ആൻ അഡ്ജക്റ്റീവ്, ഫ്ലൈയിങ്, റൈസിങ്, ഇൻക്രീസിങ്, ഹോവറിങ് എന്നൊക്കെയാണ് സോറിങ്ങിന്റെ അർത്ഥം. അറിയാലോ, സോറിങ് ആണ്. പ്രൈസ്, ഓയിൽ പ്രൈസ് സോറിങ് എന്നൊക്കെ പറഞ്ഞാൽ കൂടുവാണ് അല്ലെ, ഗ്രോത്ത് സോറിയാണ്, എക്കണോമിക് ഗ്രോത്ത് സോറിയാണെന്നൊക്കെ പറയാം, ഇൻക്രീസ് ചെയ്യാണെന്നൊക്കെ പറയാം, ലൈക്ക് ദാറ്റ്. അടുത്ത വാക്ക് ഇൻട്രോസ്പെക്ഷൻ. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ സെൽഫ് അനാലിസിസ് ആണ്. അതായത് അവനവനെ തന്നെ അനലൈസ് ചെയ്യാണ്, അല്ലെങ്കിൽ യു ആർ കണ്ടംപ്ലേറ്റിംഗ്, യു ആർ തിങ്കിങ്, അതിനെപ്പറ്റി നമ്മൾ കണ്ടംപ്ലേറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഇൻട്രോസ്പെക്ഷൻ. സ്വന്തമായിട്ട് നമ്മളൊന്ന് സെൽഫ് അനാലിസിസ് ഉണ്ടല്ലോ, സെൽഫ് ഒബ്സർവേഷൻ ഉണ്ടല്ലോ, അതിനെയാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയും. സ്വന്തമായിട്ടൊന്ന് നോക്കുകയാണ്. ഓക്കെ, സെൽഫ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ സെൽഫ് അനാലിസിസ് എന്നൊക്കെയാണ് നമ്മുടെ ഈ വാക്കിന്റെ അർത്ഥം. ഓൾ റൈറ്റ്, യാ. Okay, after the pandemic, government sanctioned many projects. Yes. Okay. I should mention, my writing skill has improved a lot after your grammar class and editorial session. Now I used to check a sentence twice even while sending a message in WhatsApp. Great, Matthew. That's so, I'm so happy for you. I'm so happy for you. കേട്ടോ, നല്ല കാര്യം. നമ്മൾ ഒരു കാര്യം കോൺസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ അത് നടക്കും. അതിനുള്ളൊരു പ്രൂഫ് അത്. I really see that in your sentences as well. കാരണം ഇപ്പം മിസ്റ്റേക്സ് എത്ര കുറവാണല്ലോ, ഇപ്പം മിസ്റ്റേക്സ് അങ്ങനെ ഇല്ല. ആദ്യമൊക്കെ നമ്മൾ വന്നപ്പോൾ മിസ്റ്റേക്സ് വെച്ച് നോക്കുമ്പോൾ ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അങ്ങനെ മിസ്റ്റേക്കേ ഇല്ല. അപ്പം നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു എഫേർട്ട് ഇട്ടാൽ യു വിൽ ഗെറ്റ് ഇറ്റ്സ് റിസൾട്ട് കേട്ടോ. അതിലൊരു വിട്ടുവീഴ്ചയില്ല, കിട്ടും അത്. ഓക്കെ, യെസ്, യാ. State governments didn't put any curb in the latest wave of COVID-19. Yes, haste action, ധൃതി വെച്ചിട്ടുള്ളൊരു ആക്ഷൻ, അതാണ് ഹേസ്റ്റ്. അപ്പോൾ സ്കട്ടിൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നടക്കുക എന്നുള്ളതാണ് അർത്ഥം കേട്ടോ. ഒരു കാര്യം പെട്ടെന്ന് നടക്കുക, വോക്ക്, അതാണ് സ്കട്ടിൽ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പം ഹേസ്റ്റ് ആക്ഷൻ എന്ന് നമ്മൾ, ഹേസ്റ്റ് ഈസ് അഡ്ജക്റ്റീവ്, ഹേസ്റ്റ് അഡ്ജക്റ്റീവ് ആണ്. അതുകൊണ്ടാണ് ഹേസ്റ്റ് അതിൻ്റെ ക്വിക്കിയാണ്. ക്വിക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, ക്വിക്ക് വേർബാ അല്ലേ, ആണല്ലോ. ഹേസ്റ്റും ക്വിക്ക് വേർബാണ്, ക്വിക്ക് അഡ്ജക്റ്റീവാ. ഓക്കെ, ഹേസ്റ്റും അഡ്ജക്റ്റീവാ. എന്നാൽ ഇതിന് രണ്ടിനും ഇതുണ്ട്, മനസ്സിലായോ? ഇതിന് രണ്ടിനും വേർബ് ഉണ്ടോ? വേർബ് ഉണ്ട്. എന്താ ഇതിന്റെ വേർബ് ഫോർമുലേഷൻ? വേർബ് ഫോർമുലേഷൻ ആണ് ക്വിക്കൻ, പെട്ടെന്നാക്കുക. ക്വിക്കൻ വേർബ്, ഹേസ്റ്റൻ പെട്ടെന്നാക്കുക. മനസ്സിലായോ? അതാണ് ഈ പറയുന്ന ഹേസ്റ്റൻ കേട്ടോ. He takes leverage on his stardom. Yes, one should shy away from one's weaknesses and get one's act together. That's great, Feba. That's great. Fuel prices soaring day by day. Yes, India has decided to ally with Russia, and India unraveled. Raveled spelling sradhiche Hari. Raveled, VE. Okay, raveled. Thereon, India has decided to ally with Russia, and India unraveled their one of the major issues. ഇല്ല, ഇന്ത്യ അൺട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇന്ത്യ ദേറിൻ്റെ ആണോ, ഇന്ത്യയുടെ എന്നാണ് അല്ലേ? ഇന്ത്യ അൺട്രാവൽഡ് അവരുടെ എന്നാണോ, റഷ്യയുടെ എന്നാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് മേജർ ഇങ്ങനെ കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വൺ ഓഫ് ദ വരാൻ പറ്റില്ല, അങ്ങനെ കൊടുക്കണം. ഇന്ത്യ അൺട്രാവൽഡ് വൺ ഓഫ് ദ മേജർ ഇഷ്യൂസ് ഓഫ് ഇറ്റ് എന്ന് കൊടുക്കണം കേട്ടോ. ദാറ്റ് allied with oil business and gave leverage to their economy. ഒന്നുകൂടി ഞാൻ തിരുത്തി പറയാതെ, India has decided to ally with Russia, and India unraveled one of the major issues of it that unraveled with oil business and gave leverage to their economy. It കഴിഞ്ഞിട്ട് പിന്നെ, അല്ലെങ്കിൽ there കഴിഞ്ഞിട്ട് പിന്നെ one of the വരത്തില്ല, അതാണ്. പിന്നെ we should restrict to move out അല്ല നീതു, to move out. We should restrict to move out. We should restrict എന്ത്, ആരെ റെസ്ട്രിക്ട് ചെയ്യണം എന്ന് കൊടുക്കും. അല്ലെങ്കിൽ we should be restricted, നമ്മളെ റെസ്ട്രിക്ട് ചെയ്യണം എന്നുള്ള അർത്ഥം ഇതിൽ കൊടുക്കാം. എന്താ, പാസിവൈസേഷൻ. We should be restricted to move out. To moved out വരില്ല. 2+V1 ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടു ഇൻഫിനിറ്റീവ് എങ്ങനെയാണ് വരുന്നത്? ടുവിൻ്റെ കൂടെ എപ്പോഴും V1 വരത്തുള്ളൂ, ഒരിക്കലും V2 വരത്തില്ല, V3 വരത്തില്ല, V4 വരത്തില്ല, V5 വരത്തില്ല. നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലേ? സോ ടു മൂവ് ഔട്ട്. അപ്പോൾ we should be restricted to move out during sunny days from 11 AM to 10 AM. Okay. Oh, thank you so much, Deeps. Thank you so much. I'm so honored and I'm so glad to help you all. Okay. Yeah. His reading habit gave a great leverage to score a high mark in IAS exam. That's great. Okay. She introspected after her exam results. That's it. Great. The onslaught against Ukraine is scuttled. Okay. Curbing one's freedom, one കഴിഞ്ഞിട്ട് ഒരു apostrophe വേണേ കാർത്തിക. Curbing one's ഒരാളുടെ freedom is the biggest sin one does to other. Yeah. ഓക്കെ കേട്ടോ. കർബിങ് വൺസ് ഫ്രീഡം, ഒരാളുടെ ഫ്രീഡം ഇസ് ദ ബിഗ്ഗസ്റ്റ് വൺ കേട്ടോ. അല്ലാതെ വൺസിന്റെ അർത്ഥം എന്താ?
വൺസ് അവരവർ ആൾക്കാർ എന്നുള്ള അർത്ഥത്തിലുള്ള വൺസ് കേട്ടോ. പിന്നെ ദി ഇൻട്രോസ്പെക്ഷൻ സ്റ്റഡീസ് ഹെൽപ്സ് us how much hard work is needed to crack എന്ത് crack is in transitive verb. Track what? To crack it കൊടുക്കുക കേട്ടോ. COVID-19 leveraged both optimist and pessimist in their own way respectively. That's great. Gold price is soaring in the wake of war between Russia and Ukraine. Yes. Rija always scuttles her work before going to office. All right. When you start preparing for exam, first you do introspection and make strong determination, which results in scuttling towards your dream. Yes. After the second wave, there is a soar in the Omicron cases. Yes. The introspection leverages the scuttle soaring her English speaking. Okay. The scuttle soaring her English speaking. Okay. Teacher always insists students to do self-analysis after giving exams. Yes. The Chinese leverage towards Russia is unfair for us and their diplomatic activities in the Ukraine region. Yes. Resources are leveraged to gain maximum profit. India's introspection in scuttle India's introspection in scuttle വരില്ലല്ലോ. ഇന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം? അല്ലെങ്കിൽ ഇന്ന് വേണ്ട അവിടെ. ഇന്ത്യയുടെ ഇൻട്രോസ്പെക്ഷൻ സ്കട്ടിൽ ചെയ്യുന്നു. ദ ഡിസിഷൻ ഓൺ റഷ്യ വാർ will leverage the other countries. കേട്ടോ, വേർബ സ്കട്ടിൽ, അത് ഓർത്ത് വെച്ചോണം. Crack the exam by leverage online classes. By leveraging online classes, by utilizing online classes. കേട്ടോ, അവിടെ ബൈ കഴിഞ്ഞിട്ട് ലെവറേജ് എന്ന് പറയുന്നത് നൗൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ബൈ ഇൻഫ്ലുവൻസ് ഓൺലൈൻ ക്ലാസ്സസ് എന്ന് പറയില്ല, സപ്പോർട്ട് ഓൺലൈൻ ക്ലാസ്സസ് എന്ന് പറയില്ലല്ലോ കേട്ടോ. അപ്പോൾ അത് ഓർത്താൽ മതി. ബൈ ലെവറേജിങ് അവിടെ ജെറണ്ട് ഇട്ട് കൊടുക്കും, മനസ്സിലായോ? കാരണം ബൈ ഇസ് എ പ്രിപ്പോസിഷൻ ശേഷം ഒബ്ജക്റ്റ് വേണം. ജെറണ്ട് ഒബ്ജക്റ്റ് ആണ്. Very few persons were soaring their attitude as fast as manipulated persons. Okay, all right. അപ്പോൾ അടുത്ത സൈഡിലോട്ട് പോട്ടെ. പ്രക്ലൂഡ് എന്ന വാക്കിൻ്റെ അർത്ഥം, പ്രക്ലൂഡ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. പ്രക്ലൂഡ് എന്ന വാക്ക് പ്രിവെന്റ് ചെയ്യുക, റൂൾ ഔട്ട് ചെയ്യുക. അതായത് ഇങ്ങനെ ഒരു പോസിബിലിറ്റി എന്നുള്ളത് തന്നെ തള്ളിക്കളയുക, അതിനാണ് പ്രക്ലൂഡ് ചെയ്യുക. ഒരു കാര്യം നമ്മൾ തള്ളിക്കളയാണ് അല്ലെങ്കിൽ ഇതിനെ പ്രിവെന്റ് ചെയ്യാണ്, സ്റ്റോപ്പിംഗ് ഇറ്റ്, പ്രൊഹിബിറ്റിംഗ് ഇറ്റ്, അതിനെ നമുക്ക് പറയാം പ്രക്ലൂഡ് എന്ന് പറയാം. അടുത്ത വാക്ക് പ്ലൈറ്റ്. നിങ്ങൾക്കറിയാം പ്ലൈറ്റ് ഓഫ് ദ പുവർ എന്നൊക്കെ പറഞ്ഞാൽ പാവങ്ങളുടെ അവസ്ഥയെ എന്ന് പറയില്ലേ. സോ പ്രെഡിക്കമെന്റ് പിന്നെ നെഗറ്റീവ്. പ്ലൈറ്റ് ഇൻ ദ സെൻസ് വളരെ മോശമായ ഒരു അവസ്ഥയാണ് പ്ലൈറ്റ്. ട്രബിൾ, ഡിഫിക്കൽട്ടി, മെസ് എന്നൊക്കെ നമ്മൾ പറയും. അടുത്ത വാക്ക് ഹെയിൽ. ഹെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മൾ പ്രൈസ് ചെയ്യാണ്. യു ആർ അപ്രൂവിങ് സംവൺ ഓർ കോംപ്ലിമെന്റിങ് സംവൺ ഓർ യു ആർ കമന്റിങ് സംവൺ, അതിനെയാണ് നമ്മൾ ഹെയിൽ എന്ന് പറയും. ഹെയിൽ എന്ന് പ്രശംസിക്കുക കേട്ടോ. അടുത്താണ് ഡെബക്കിൾ മീൻസ് നമ്മൾ എന്നും പറയുന്ന ഫിയസ്കോ, ഫെയിലിയർ, കാറ്റസ്ട്രോഫി, ഡിസാസ്റ്റർ, ഡിഫീറ്റ്, അങ്ങനെ. അടുത്ത വാക്ക് കേബിൾ എന്ന വാക്ക് നൗൺ ആണ്. കേബിൾ എന്ന് പറഞ്ഞാൽ ക്ലീഗ്. ഓർമ്മയുണ്ടോ? ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ്, ഒരു ചെറിയൊരു ഗ്രൂപ്പ്, അതിനെ ക്ലീഗ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞായിരുന്നു. ഫാക്ഷൻ, ഒരു ഗ്രൂപ്പ്, ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ്. കോട്രി ഗ്രൂപ്പ് പറഞ്ഞിരുന്നു. ഗ്രൂപ്പ് കോട്രി എന്നുണ്ട് ഇന്ന് ആർട്ടിക്കിളിൽ. ഇന്ന് വന്നേക്കുന്ന കേബിൾ എന്ന വാക്കുമുണ്ട്, അതുപോലെ കോട്രി എന്ന് വന്നിട്ടുണ്ട് ആർട്ടിക്കിളിൽ. ഞാൻ പറഞ്ഞില്ലേ പൊളിറ്റിക്കൽ ആർട്ടിക്കിളിൽ 2 ആർട്ടിക്കിളും ഉണ്ട്. അതിൽ 2 വാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കേബിൾ ശരിക്കും കോട്രിയുടെ സിനണിമാണ്. ആ കോട്രി കേബിളിന്റെ സിനണിമാണ് തമ്മിൽ. അപ്പോൾ ഇതിന്റെ മീനിങ്ങുകൾ ഓർത്ത് വെച്ചോ. ക്ലീഗ്, ഫാക്ഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്നൊക്കെയാണ് കേബിൾ എന്ന വാക്കിന്റെ അർത്ഥം. ഇറ്റ്സ് നോട്ട് കേബിൾ കേട്ടോ. കേബിൾ 2. കേബിൾ വേറെ, മാറിപ്പോയത് കേട്ടോ. ഓക്കെ. അടുത്ത വാക്ക് ദീപ്സ് ആലോചിച്ച് നോക്കിയേ. ലെവറേജ് എന്ന് പറയുന്ന നൗണ്, ഇൻഫ്ലുവൻസ്, സപ്പോർട്ട്, സ്ട്രെങ്ത് എന്നൊക്കെയാണ് നൗണ്. പക്ഷെ നമ്മളൊരു കാര്യത്തെ ലെവറേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇൻഫ്ലുവൻസ് ഉണ്ട്, നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ആളാണ്, അല്ലെങ്കിൽ സപ്പോർട്ട് ഉള്ള ആളാണ്, സ്ട്രെങ്ത് ഉള്ള ഒരാളാണ്. ലൈക്ക് പൊളിറ്റീഷ്യൻസ് ഹാവ് ലെവറേജ് എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട്, അവർക്ക് നല്ല സപ്പോർട്ട് ഉണ്ട്, അവർക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ട്. അവരെന്താ ചെയ്യാറ്? ദേ ആർ ലെവറേജിങ്. ആ ഇൻഫ്ലുവൻസ് അവർ ഉപയോഗിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഫോർ ഗെറ്റിംഗ് തിങ്സ് ഡൺ ഈസിലി. എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിക്കാൻ നോക്കും. ദേ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഇറ്റ്. മനസ്സിലായോ? ഓപ്പോസിറ്റ് ആയിട്ട് കരുതുമ്പോൾ നൗൺ അതിന്റെ വേർബ് അതിന്റെ ഓപ്പോസിറ്റ് അല്ല. ആ ലെവറേജ് വെച്ചിട്ട്, കിട്ടുന്ന ഇൻഫ്ലുവൻസ് വെച്ചിട്ട് അവരത് ലെവറേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഇൻഫ്ലുവൻസ് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്, അത് യൂട്ടിലൈസ് ചെയ്യാണ്. ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദാറ്റ് ലെവറേജ്. അതിനാണ് ലെവറേജ് എന്ന വേർബ് വരിക കേട്ടോ. അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് അല്ല. തിങ്ക് ഇറ്റ് ഇൻ ദ വേ. മനസ്സിലായോ? ദീപ്സിന് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അതാണ് അതിന്റെ ഒരു മീനിങ്, അല്ലാതെ അത് ഓപ്പോസിറ്റ് അല്ല സംഭവം. ഓക്കെ, യാ. അടുത്തത്
ഇൻ സ്കഡ്ലിംഗ് പറയും. ഇൻ സ്കഡ്ലിംഗ് കറക്റ്റാ. സ്കഡ്ലിംഗ് കറക്റ്റാ. അത് കറക്റ്റാ കേട്ടോ. പറഞ്ഞ സെൻറ്റൻസിൽ കറക്റ്റാ. അപ്പോൾ ഇൻ സ്കഡ്ലിംഗ് കറക്റ്റാ. India's introspection in scuttling the decision on Russia-Ukraine war will leverage the other countries. Yes. Okay. Inflation will take soaring economic crisis to all. Okay. Okay. Compliance to others' words by giving up your dream is not a good attitude. All right. Yes. Introspection is important one in our lives. Okay. I'm trying not to skip daily editorial sessions on account of your leverage on us. All right. That's great. Okay. The compliance and studies help the students to soar in their score. Soar in their score. To score in their score. Vanda. To score their score. To soar their score. Increase their score. Madi. Soar ചെയ്യാ. Increase ചെയ്യാ. എന്ന് പറഞ്ഞാൽ മതി. കറക്റ്റാ. അതിൽ ഇന്ന് വേണ്ട. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. The compliance in studies. കംപ്ലൈൻസ് ആണ് സബ്ജക്റ്റ്. അപ്പോൾ കംപ്ലൈൻസ് എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ ഹെൽപ്പ് വരുമോ? ഹെൽപ്സ് വേണ്ട വരാനായിട്ട്. അപ്പോൾ എന്ത് കൊടുക്കണം? ദ കംപ്ലൈൻസ് ഇൻ സ്റ്റഡീസ് ഹെൽപ്സ് ദ സ്റ്റുഡൻസ് ടു സോർ ദെയർ സ്കോർ. ഓക്കെ. ഫെബ, ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ കരിയർ ദർ ഇസ് someone leverage. Someone leverage അല്ല, someone's leverage, someone's support, someone's influence അല്ലെ. ആരുടെയോ ഒരാളുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്, ആരുടെയോ ഒരാളുടെ ഉണ്ട് അല്ലെ. അപ്പോൾ someone's അപ്പോസ്ട്രോഫി കൊടുക്കണം ജെറിക്സെ. ബിഹൈൻഡ് ഓഫ് എവറി അല്ല, ബിഹൈൻഡ് ഇറ്റ് സെൽഫ് ഒരു പ്രൊപ്പോസിഷൻ ആണ്. പിന്നെ ബിഹൈൻഡിൻ്റെ കൂടെ പ്രൊപ്പോസിഷൻ കൊടുക്കരുത്. ബിഹൈൻഡ് എവറി കരിയർ, ഓരോ കരിയറിൻ്റെയും ബാക്കിൽ ബിഹൈൻഡിൽ, ബിഹൈൻഡ് എവറി കരിയർ കേട്ടോ. ഓഫ് അവിടെ കട്ട് ചെയ്ത് കളയാ. എവറി കരിയർ ദർ ഇസ് സം വൺസ്, ഒരാളുടെ അപ്പോസ്ട്രോഫി എസ് കൊടുക്കണം. സം വൺസ് ലെവറേജ് കേട്ടോ. ഹി പ്രക്ലൂഡ്സ് ഓൾ നെഗറ്റീവ് തോട്ട്സ്. ഓൾ റൈറ്റ്. ഡിസാസ്റ്റർ ഓർ അയ്യോ ഞാൻ ഡയസ്റ്റർ എന്നാണ് എഴുതിയത്. ഐ എം സോ സോറി. അതെൻ്റെ മിസ്റ്റേക്കാണ്. ഓക്കെ, ഇപ്പോഴാണ് ഞാനത് കണ്ടത് കേട്ടോ. താങ്ക് യു. അത് ഞാൻ കണ്ടില്ല ശരിക്കും. അവിടെ ഞാൻ ഡിസാസ്റ്റർ പിടിച്ച് ഡയസ്റ്റർ എഴുതിയെന്ന് ഞാൻ ഇപ്പോഴാണ് കണ്ടത്. താങ്ക് യു. ഇറ്റ്സ് നോട്ട് ഡയസ്റ്റർ, ഇറ്റ്സ് ഓഫ് കോഴ്സ് ഡിസാസ്റ്റർ കേട്ടോ. മാത്യു, താങ്ക് യു. ഓൾ റൈറ്റ്. ഇപ്പം ശരിയാക്കി തരാം. ഇപ്പം ശരിയായില്ലേ? പരിപാടി ഇപ്പം തന്നെ ശരിയായില്ലേ? ദാ ഡിസാസ്റ്റർ തന്നെ സംഭവം. ഓക്കെ. ഓൾ റൈറ്റ്. അത് ഡിസാസ്റ്റർ തന്നെയാണ്. ഓക്കെ. അടുത്ത, കേരളാസ് ഹൈക്കോർട്ട് precluded Dilip's case filed against the continuation of investigation of actors attack case. Okay. The recent election result shows the plight condition വേണ്ട, പ്ലൈറ്റ് മാത്രം മതി കേട്ടോ. പ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? ഡിഫിക്കൽട്ട് കണ്ടീഷൻ, ഡിഫിക്കൽട്ടി ഓഫ്, ട്രബിൾ ഓഫ് എന്നാണ് കേട്ടോ. അപ്പം പ്ലൈറ്റ് കണ്ടീഷൻ വേണ്ട കേട്ടോ. വിഷ്ണു ഇങ്ങനെ കൊടുത്താൽ ദി റീസെന്റ് ഇലക്ഷൻ റിസൾട്ട്സ് ഷോസ്, റിസൾട്ട്സ് അല്ലേ. അപ്പോൾ റീസെന്റ് ഇലക്ഷൻ റിസൾട്ട്സ് അല്ലേ. അപ്പോൾ ഷോസ് അല്ല, ഷോ. റിസൾട്ട്സ് ആണ് അവിടുത്തെ സബ്ജക്റ്റ് അല്ലേ. റീസെന്റ് ഇവിടുത്തെ ഇതാണ്, അഡ്ജക്റ്റീവാണ്. ഇലക്ഷൻ അവിടുത്തെ അഡ്ജക്റ്റീവാണ്. റിസൾട്ട്സ് ആണ് അവിടുത്തെ നൗൺ. അപ്പോൾ റിസൾട്ട്സ് പ്ലൂറൽ ആകുമ്പോൾ പ്ലൂറൽ വേർബ് കൊടുത്തേ. ദ റീസെന്റ് ഇലക്ഷൻ റിസൾട്ട്സ് ഷോ ദ പ്ലൈറ്റ് ഓഫ് Indian National Congress, INC. Yes. Okay. After every war, life of people become ആണോ? അല്ല. After every war, life of people becomes debacle കേട്ടോ. becomes disaster അല്ല, disaster. Okay. Catastrophe അല്ലേ. After every war, life of people becomes a debacle. ഒരു catastrophe, ഒരു ഡിസാസ്റ്റർ ആവും അത് കേട്ടോ. ബിക്കംസ് ആണ് ചിപ്പി. കാരണം എന്താ? ലൈഫാണ് അവിടുത്തെ സബ്ജക്ട്. ലൈഫ് ഇസ് സിംഗുലർ. അപ്പോൾ സിംഗുലർ വേർബ് കൊടുക്കണം, ബിക്കംസ്. ദേ പ്രക്ലൂഡ് ദ സെറ്റ് ബാക്ക് which resulted in debacle. Okay, we can't preclude any debacle without proper observation and monitoring of environment. Okay, നോക്കിക്കേ, മോണിറ്ററിങ് ഓഫ് എൻവയോൺമെന്റ് അതല്ല കറക്റ്റ് ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം അശ്വതി, വി കാണ്ടില് ക്യാൻ കഴിഞ്ഞിട്ട് അപ്പസ്ട്രോഫ് ഇട്ടിട്ടേ ടി വരത്തുള്ളൂ കേട്ടോ, ഇല്ലെങ്കിൽ അതിന് തെറ്റ് വരും. ഉക്രൈൻ ഗവൺമെന്റ് സോട്ട് ഇന്ത്യാസ് ലെവറേജ് ഓവർ റഷ്യ ഫോർ സ്റ്റോപ്പിംഗ് ദ വാർ. ഓക്കെ, ദ കേബിൾ അൺട്രാവൽ ഗ്രൂപ്പ് അല്ലേ. കേബിൾ മീൻസ് എ ഗ്രൂപ്പ് അല്ലേ. അപ്പൊ കേബിൾ അൺട്രാവൽ അല്ല, അൺട്രാവൽഡ് കൊടുത്തോ അല്ലെങ്കിൽ അൺട്രാവൽസ് കൊടുത്തോ. ഫെബ സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബ് കൊടുക്കണം. ദ കേബിൾ അൺട്രാവൽഡ് ദ ഡെബക്കിൾ ആൻഡ് പ്രക്ലൂഡഡ് സെയിം സാധനം തന്നെ കൊടുക്കുക. കേബിൾ അൺട്രാവൽഡ് the debacle and precluded the plight, അല്ലെങ്കിൽ the cable unravels the debacle and precludes the plight. Okay, കേബിൾ എന്ന് പറഞ്ഞ ഒന്നുമില്ല. കേബിൾ മീൻസ് ഒരു ഗ്രൂപ്പ് എന്ന അർത്ഥം. ക്ലീഗ് ഗ്രൂപ്പ്, ഫ്രാക്ഷൻ ഗ്രൂപ്പ്, കോട്രി ഗ്രൂപ്പ് കേട്ടോ. അതാണ് കേട്ടോ ദീപ്സ് അർത്ഥം. കേബിൾ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ്. അപ്പോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സിംഗുലർ അല്ലേ പറഞ്ഞേക്കുന്നത്, കാരണം ഇത് ഗ്രൂപ്പ് അല്ല. ഗ്രൂപ്പ് ഇസ് എ കളക്റ്റീവ് നൗൺ. ഓക്കെ, ഇവിടെ ഇതൊന്നും വന്നിട്ടില്ല, ഫൈറ്റ് ഡിവിഷൻ ഒന്നും വന്നിട്ടില്ല. The government should rule out the plights of landowners before moving forward with the Silver Line project. Yes, they do. Globally, COVID curbs are precluded owing to decrease in number of
COVID variant, corona variant, yes. Many countries precluded the chance of war between Russia and Ukraine, yes. India's plight was measured by international agencies. That debacle indicates to preclude such stages, okay. Try not to preclude others when they are ഇൻവോൾവ് ഇൻ എ വർക്ക്. preclude others, അവിടെ others അപ്പസ്ട്രോഫി കൊടുക്കണ്ടല്ലോ. others എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ എന്നാണെങ്കിൽ അപ്പസ്ട്രോഫി ഉണ്ട്, അതർ കൊടുക്കുന്നല്ലേ. ഇവിടെ അപ്പസ്ട്രോഫി അല്ല, others മറ്റുള്ളവരെന്നല്ലേ. അപ്പൊ അതിന് അപ്പസ്ട്രോഫി വേണ്ട, കാർത്തിക തെറ്റാ. ട്രൈ നോട്ട് ടു preclude others, അപ്പസ്ട്രോഫി ഇല്ലാത്ത എസ്, when they are involved in a work. For some, due to their poverty, aiming high is a plight. Yes, I understand. Yes it is. Plights are normal in our journey to achieve goal. Yes, the manager hailed his request for leave. Okay, all right. Citizens in India are facing plight due to inflation, but the ruling party hailed the government. Ruling party hails, but the ruling party hails. അല്ലെ, ഹെയിൽ ചെയ്യാന്നാണ്. റൂളിംഗ് പാർട്ടി സിംഗുലർ അല്ലേ, അപ്പൊ ഹെയിൽസ് വേണ്ട ഷബ്ന, അത് ശ്രദ്ധിക്കുക. കാരണം സിംഗുലർ വെർബിന് സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വെർബ്. ഇൻട്രോസ്പെക്ഷൻ ഇസ് ഓൾവേസ് ലെവറേജ് ടു അവോയ്ഡ് പ്ലൈറ്റ്സ്. ഓക്കെ, precluding the Indian students from escaping directly through the borders made the cable impatient. യെസ്. അടുത്തത് ലാസ്റ്റ് സെറ്റ് ഇതാണ്, അൺടെനബിൾ. ടെനബിൾ എന്ന വാക്കിന്റെ എന്താണ് ഓപ്പോസിറ്റ് ആണ് അൺടെനബിൾ. കേട്ടോ, ഓപ്പോസിറ്റ് ആണ്. നിങ്ങൾക്ക് അറിയാം, ഇതൊരു പ്രിഫിക്സ് ആണ് അല്ലേ. അൺ ഇസ് എ പ്രിഫിക്സ്. അട്രാക്റ്റീവ്, അൺഅട്രാക്റ്റീവ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് അണ്ണ്. ഓക്കെ, ടച്ചബിൾ, അൺടച്ചബിൾ അങ്ങനെയൊക്കെ പറയും സംഭവം. അത് ടെനബിൾ, അൺടെനബിൾ. ടെനബിൾ എന്ന് പറഞ്ഞാൽ ഡിഫെൻസിബിൾ ആണ്, സൗണ്ട് ആണ്, സ്ട്രോങ് ആണ് എന്നൊക്കെ പറയും. അപ്പോൾ അൺടെനബിൾ എന്ന് പറഞ്ഞാൽ ഇൻഡിഫെൻസിബിൾ, നമുക്കിനി പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിന് നമുക്ക് എന്താ പറയാൻ പറ്റില്ല, നമുക്കിനി അതിനെ എന്താ പറയുക, ആർഗ്യൂ ചെയ്യാൻ പറ്റില്ല. ആർഗ്യൂ ചെയ്യാൻ പറ്റില്ല, അൺആർഗ്യൂബിൾ ആണ്. ഇറ്റ് ഈസ് അൺആർഗ്യൂബിൾ, അൺഡിഫെൻസിബിൾ, ഇൻഡിഫെൻസിബിൾ, അൺസൗണ്ട്. സൗണ്ട് അല്ല, അതായത് സ്ട്രോങ് അല്ല. ഇറ്റ്സ് നോട്ട് സൗണ്ട്. യുവർ പ്രപ്പോസൽ ഇസ് നോട്ട് സൗണ്ട്, ഇറ്റ്സ് അൺസൗണ്ട് അർത്ഥം. വീക്കാണ്, അതായത് അൺസൗണ്ട് എന്ന് പറഞ്ഞാൽ വീക്കാണ്, ഫ്ലിംസി ആണ് എന്നൊക്കെ അർത്ഥം. അൺടെനബിൾ. ഓക്കെ. അക്കൗണ്ടബിൾ മീൻസ് ഐ എം അക്കൗണ്ടബിൾ ഫോർ ദിസ് എന്ന് പറഞ്ഞാൽ ഐ എം റെസ്പോൺസിബിൾ. അക്കൗണ്ടബിൾ, റെസ്പോൺസിബിൾ, ലൈബിൾ, അതുപോലെ തന്നെ ആൻസറബിൾ എന്നൊക്കെ അർത്ഥം. പിന്നെ അക്കൗണ്ടബിളിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. അക്കൗണ്ടബിൾ വേറൊരു എക്സ്പ്ലിക്കബിൾ, എക്സ്പ്ലെയിനബിൾ. എക്സ്പ്ലിക്കബിൾ ആണ്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എക്സ്പ്ലിക്കബിൾ, എക്സ്പ്ലെയിനബിൾ എന്നൊക്കെ അർത്ഥമുണ്ട്. എക്സ്പ്ലെയിനബിൾ, റീസണബിൾ എന്നൊക്കെ ഒരു അർത്ഥം, ഒരു വേരിയേഷൻ ഒരു അർത്ഥം കൂടെ ഉണ്ട് കേട്ടോ. റീസണബിൾ എന്നൊക്കെ ഒരു അർത്ഥം ഉണ്ട്. എക്സ്പ്ലിക്കബിൾ, എക്സ്പ്ലെയിനബിൾ, റീസണബിൾ എന്നൊരു അർത്ഥം അക്കൗണ്ടബിളിനുണ്ട്. അതല്ലാതെ അക്കൗണ്ടബിളിന്റെ അർത്ഥം റെസ്പോൺസിബിൾ, ലൈബിൾ, ആൻസറബിൾ എന്നാണ്. അടുത്തത് ആക്സസിബിൾ അല്ലേ. നമ്മുടെ ആക്സസിബിൾ ഉണ്ട്, ആക്സസിബിൾ ആണ്. ഇറ്റ് ഈസ് ആക്സസിബിൾ. ഓ, അതൊക്കെ ആക്സസിബിൾ ആയി, അതൊക്കെ കിട്ടൂന്നേ. അറ്റൈനബിൾ ആണ്, നേടിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്രോച്ചബിൾ ആണ്, അവൈലബിൾ ആണ് എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. റീച്ചബിൾ, അപ്രോച്ചബിൾ എന്നൊക്കെയാണ് ഈ പറഞ്ഞ ആക്സസിബിളിന്റെ അർത്ഥം. റീച്ചബിൾ, അറ്റൈനബിൾ, അപ്രോച്ചബിൾ അല്ലേ, അവൈലബിൾ എന്നൊക്കെയാണ് ആക്സസിബിൾ എന്ന അഡ്ജക്റ്റീവിന്റെ അർത്ഥം. അറിയാവുന്ന നോർമലായിട്ട് വളരെ നമ്മൾ എന്താ പറയുക, ഡെയിലി ഇതിൽ ഉപയോഗിക്കുന്ന കുറച്ച് സെന്റൻസുകൾ, വേർഡ്സ് ആണ് കേട്ടോ ഇത്. ദ സെൻട്രൽ ഗവൺമെന്റ് ഷുഡ്, ഓക്കെ സോറി, അതിന് മുമ്പ് ഓക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ ശരി. Debacle of Congress party in election decided the leaders to quit from party. Okay, the central government should curb the control over petroleum price. Yes, true friends stand with a plight and they never praise all time as well. All times എപ്പോഴും അല്ലെ, all times എല്ലാ അവസരങ്ങളിലും, all times, ആ ടൈംസ് അവസരങ്ങളാണ്. അത് ടൈം എന്ന സമയമല്ല, അവസരങ്ങളാണ്. All times as well as they criticize mistakes. Yes. If someone is അതാണ് ഉദ്ദേശിച്ചത്. If someone is introspective, should change the world. ഇല്ല. If someone's introspective, അവിടെയും പ്രശ്നമുണ്ട്. ഇഫ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മളൊരു കണ്ടീഷണൽ ക്ലോസ് തുടങ്ങുന്നത്. ഇഫ് വെച്ച് തുടങ്ങുമ്പോൾ നമ്മളൊരു കൺജങ്ഷൻ ആണ്, അത് വെച്ച് നമ്മളൊരു ക്ലോസ് തുടങ്ങും. അപ്പോൾ അടുത്ത ക്ലോസ് കംപ്ലീറ്റ് ചെയ്യണ്ടേ. ഇഫ് സമ്മൺസ് ഇൻട്രോസ്പെക്റ്റീവ് ഷുഡ് ചേഞ്ച് ദ വേൾഡ്. ഒരാളുടെ ഇൻട്രോസ്പെക്റ്റീവ് അല്ല, ഇൻട്രോസ്പെക്ഷൻ. ഇഫ് സമ്മൺസ്, ഒരാളുടെ ഇൻട്രോസ്പെക്ഷൻ ഷുഡ് ചേഞ്ച് ദ വേൾഡ്. ചേഞ്ച് ചെയ്യണമെങ്കിൽ കോമ എന്ത് പറ്റണം, അതിന്റെ ഇഫക്റ്റ് പറ. കോസാണ് ഇപ്പൊ നമ്മൾ കൊടുത്തത്. ചേഞ്ച് ചെയ്യണമെങ്കിൽ റിസൾട്ട് എന്താ പറഞ്ഞേ, എന്ത് വരും, അതിന്റെ അടുത്ത ക്ലോസ് കൊടുക്കണം. എപ്പോഴാണ് അത് കറക്റ്റ് ആവുള്ളൂ കേട്ടോ ഗുരുദാസേ. State government should devise, അതായത് ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആസ്ക് മീ ഐ വിൽ സേ ഇറ്റ്. നീ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം. ഇഫ് യു ആസ്ക് മീ ഐ വിൽ സേ ഇറ്റ്, ഞാനത് പറയാം. മനസ്സിലായോ?
അപ്പോൾ ഇഫ് യു ആസ്ക് മീ എന്നുള്ളത് ആണ് ഇപ്പം ഗുരുദാസ് കൊടുത്തേക്കുന്ന ക്ലോസ്. അതിൻ്റെ മറ്റേ ക്ലോസ് എഫക്റ്റ് കൊടുക്കണം, ഐ വിൽ സേ ഇറ്റ് എന്നുള്ള ആ ഒരു കൊടുക്കണം കേട്ടോ. സ്റ്റേറ്റ് ഗവൺമെന്റ് ഷുഡ് ഡിവൈസ് പോളിസീസ് വിച്ച് പ്രിക്ലൂഡ് ദി plight of public whose lives become miserable after the arrival of the coronavirus. Okay. Debacle of our tourism is the plight in waste management. Yes. The increased number of people running for safe haven from Ukraine shows the fiasco of the international peacemaking outfits. Yes. Developing nations became untenable in front of developed nations. Yes. All right. Ambit, yeah, range, yes. മനസ്സിലായി. Ambit. The UN is accountable to establish peace and security in the world. Accountable to ഒരു പ്രശ്നമുണ്ട്. ജിഷ്ണു, അക്കൗണ്ടബിളിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞുതരാം. അക്കൗണ്ടബിൾ റെസ്പോൺസിബിൾ ഒരേ ഒരു കാര്യമുണ്ട്, ശ്രദ്ധിച്ചോണേ. അക്കൗണ്ടബിൾ എന്നതിൻ്റെ കൂടെ നമുക്ക് 2 പ്രപ്പോസിഷൻ ഉപയോഗിക്കാം. ഫിക്സ്ഡ് ആണ്. അക്കൗണ്ടബിൾ എന്നതിൻ്റെ കൂടെ 2 ഇത് നമുക്ക് ഉപയോഗിക്കാം, 2 പ്രപ്പോസിഷൻ ഉപയോഗിക്കാം. എന്തൊക്കെ ഉപയോഗിക്കാം എന്നറിയോ? അക്കൗണ്ടബിൾ ഫോറും ഉപയോഗിക്കാം, അക്കൗണ്ടബിൾ ഫോർ സംതിങ്, ഒരു കാര്യത്തിന് അക്കൗണ്ടബിൾ ആണ് എന്ന് കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കണം എന്നറിയോ? അക്കൗണ്ടബിൾ ടു സംബഡി, ഒരാളോട് അക്കൗണ്ടബിൾ ആണ്. അക്കൗണ്ടബിൾ ടു സംബഡി, അക്കൗണ്ടബിൾ ഫോർ സംതിങ്. അപ്പൊ ഇവിടെ എന്ത് വരണം? ഒരു കാര്യമല്ലേ. അപ്പോൾ ദ UN is accountable to establish അല്ല, the UN is accountable for establishing peace and security in the world. കേട്ടോ, the UN is accountable for establishing peace and security in the world. അതാ കറക്റ്റ്. അപ്പോൾ ഈ ആരോട് അക്കൗണ്ടബിൾ ആണ്? UN is accountable to the people, to the നേഷൻസിനോട് അക്കൗണ്ടബിൾ ആണ് for establishing peace and security in the world. വ്യത്യാസം മനസ്സിലായോ? ഈ അക്കൗണ്ടബിൾ റെസ്പോൺസിബിൾ ഒരേപോലെയാണ്. Plight to achieve goals is accessible through hard work. Yes. ഈശ്വര, ഇപ്പോഴായിരിക്കും കത്തി. ഞാൻ 2 എൻ്റെ മനസ്സിൽ മാത്യു സംതിങ് വേറെ ആരോ ആണ്. ഓക്കെ, മിസ് മാത്യു എനിക്ക് വേറെ ആരോ ആണ്. ഇപ്പോഴല്ല മനസ്സിലായി, എബില തന്നെയാണ്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ് എബില, ഗുഡ് ടു സീ യു അഗൈൻ. ഞാൻ നിങ്ങളൊക്കെ പോയി എന്നോ വിചാരിച്ചു, ഇപ്പം നമ്മുടെ കൂടെ ഇല്ല എന്ന് വിചാരിച്ചു. ഐ മീൻ മനസ്സിലായോ? ലിറ്ററലി നമ്മുടെ ക്ലാസ് ഒന്നും കാണുന്നില്ല എന്ന്. അറ്റ് ദാറ്റ് ക്രൂഷ്യൽ ടൈം ഐ വാസ് അൺടെനബിൾ വിച്ച് ലെറ്റ് ടു, ഐ എം സോ ഹാപ്പി കേട്ടോ, ഓർത്ത് സന്തോഷം. അറ്റ് ദാറ്റ് ക്രൂഷ്യൽ ടൈം, ക്രൂഷ്യലിന്റെ സ്പെല്ലിംഗ് SIAL അല്ല കേട്ടോ ഷബ്ന, CIAL. ക്രൂഷ്യൽ ടൈം I was untenable, which led to debacle of whole cable. Okay, that's right. Mr. Putin is accountable for loss of lives in Ukraine. Yes, he's an untenable person. Okay, all right. He was rejected for the post due to his untenable answers. Okay, many people believe in the spelling BELIEVE, believe. Many people believe that Russian spelling SIAN, Russian President Vladimir, it's not Volodymyr, it's Vladimir, VLADIMIR. Vladimir Putin is accountable for the war between Ukraine and Russia. Okay, even the simplest talk is difficult for an unattainable person. Yes. Okay, Russia is accountable for the disaster happened in Ukraine. Okay, English Pro course is available to all and everyone will. Okay, English Pro course is accessible to all and everyone will leverage the course, utilize the course. Oh, okay, fine. That's it. He's accountable for the crime. Yes. Untenable climatic conditions will take us to more danger. Alle put us in more danger. Take us in more danger alla to. Will put us in more danger. Keto Hari will put us in more danger. Take us to more danger. Take somebody to somewhere and put somebody in. ഒരു കാര്യത്തിൽ ഒരാളെ ഇട്ടുക, ഒരാളെ കൊണ്ടുപോവുക. Take somebody to the danger എന്നാണ് കേട്ടോ. So അതൊന്ന് ഓർത്ത് വെച്ചോ കേട്ടോ. Put us in more danger അല്ലെങ്കിൽ take us to more danger. Untenable explain ചെയ്യും. Untenable tenable എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫെൻസിബിൾ ആണ്, ആർഗ്യൂബിൾ ആണ്. അതായത് നമുക്കതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ, സ്ട്രോങ് ആണ് എന്നുള്ളതാണ് അർത്ഥം. ഒരു സ്ട്രോങ് പോയിന്റ് ആണ്, അത് നമുക്ക് വാദിച്ചെടുക്കാം, സപ്പോർട്ട് ചെയ്യാം അതിനെ എന്നൊക്കെയാണ് ടെനബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം. അതായത് സൗണ്ട് ആണ്, സ്ട്രോങ് ആണ് എന്നൊക്കെ അർത്ഥം. അൺടെനബിൾ ആണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അൺആർഗ്യൂബിൾ ആണ്, ഇൻഡിഫെൻസിബിൾ ആണ്, അൺസൗണ്ട് ആണ്. അതായത് സ്ട്രോങ് അല്ല, വീക്ക് ആണ് എന്നർത്ഥം. ദാറ്റ്സ് ഇറ്റ് കേട്ടോ. The Indian students' approach towards animal is hailed by keeping the pets കേട്ടോ. Hailed by
hailed, praised by keeping the pets. By keeping the pets, not keep. By is a preposition. Preposition ശേഷം object, keep object ഉള്ള verb ആണ്. അപ്പോൾ object ആയിട്ട് വരേണ്ട gerund വരാം. Noun verb ന്റെ noun formulation. By keeping the pets along with them during the journey, although it was an adverse situation. Yes. You are accountable to evince what happened there. ഞാൻ പറഞ്ഞേ accountable to do it എന്ന് പറയുന്നതിനേക്കാളും ഏറ്റവും it's the best way to say is for ഉപയോഗിച്ചിട്ട് gerund ഉപയോഗിക്കുക കേട്ടോ. You are accountable for evincing what happened there. You are accountable for evincing what happened there. കേട്ടോ, അങ്ങനെ കൊടുക്കുക. ഓക്കെ, ഐഡന്റിറ്റി ക്രൈസിസിലായിരുന്നോ? യൂസ് യുവർ നെയിം. Ebila, use your name. You are not Miss Matthew, you are Ebila. That's a great name. So don't be in an identity crisis. Use your name. Okay, that's it. All right, unravel your identity. Unravel, okay? Utilize the accessible time. Otherwise, you regret later. All right. You are accountable for the trouble. Yes. Once you are easily accessible, people may take advantage of you. Yes. Okay, great. We plunge into an untenable situation. Okay. The technological advancements in the government sector has made it more accessible to the public to avail their services easily. Great. അപ്പോൾ നമുക്ക് ആർട്ടിക്കിളോട്ട് പോകാം. ഇപ്പം സമയം നമ്മൾ തുടങ്ങിയ സമയത്ത് വേണ്ടി എത്തിയിരിക്കുകയാണ്. ലെറ്റ്സ് ടേക്ക് 10 more minutes to complete ആർട്ടിക്കിൾ. ആർട്ടിക്കിളുടെ ടൈറ്റിൽ ഇതാണ് ന്യൂ ഡീൽ, പുതിയ ഡീൽ. ഓക്കെ, അപ്പം നമുക്ക് ആർട്ടിക്കിളോട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വേർഡ്സ് ഒക്കെ മനസ്സിലായെങ്കിലേ, അതുപോലെ എക്സ്പ്ലനേഷൻ ഒക്കെ മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേ ആൻഡ് ഷോ മീ യുവർ ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ഇഷ്ടപ്പെട്ടവരെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ. ഞാനിത് പറഞ്ഞു തരണു എല്ലാ ദിവസവും. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് കൂടി ഇട്ടോ. ലെറ്റ്സ് മൂവ് ടു ദ ആർട്ടിക്കിൾ എ ന്യൂ ഡീൽ. Okay, any delay in the Iran deal will deepen the security crisis in West Asia and inflate global oil and gas prices. അതാണ് ഇന്നത്തെ ആർട്ടിക്കിൾ കേട്ടോ. പുതിയ ഡീലിനെ പറ്റി പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഡിലേ, എന്തെങ്കിലും ഒരു താമസം വരുവാണ് ഇറാൻ ഡീലിൽ വന്നെങ്കിൽ അതെന്ത് ചെയ്യും? സെക്യൂരിറ്റി ക്രൈസിസ് കുറച്ചുകൂടി ഡീപ്പൻ ആക്കും, ആഴത്തിലാക്കും. അപ്പോൾ എവിടുത്തെ? വെസ്റ്റ് ഏഷ്യയിലെ. എന്നിട്ട് ഗ്ലോബൽ ഓയിൽ ആൻഡ് ഗ്യാസ് പ്രൈസസിനെ ഇൻഫ്ലേറ്റ് ചെയ്യും, കൂടും, വിലകയറ്റമാവും. അപ്പോൾ അത് വലിയ പ്രശ്നത്തിലോട്ട് വരും. അതുകൊണ്ട് we have to make it quick. ഇറാൻ ഡീല് പെട്ടെന്ന് ക്വിക്ക് ആക്കണമെന്നാണ്. ഓക്കെ, the current situation of the Ukrainian public is untenable. Yes. Okay, yes. All right, let's move. Thank you so much for your support. Let's start. അപ്പോൾ നമ്മുടെ ആർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യാം. A new deal, അത് നമ്മൾ പറഞ്ഞു. Any delay in Iran deal delay in the deal will deepen the security crisis in West Asia and inflate global gas and oil prices. അതാണ് ഇവിടെ പ്രശ്നം. Okay. The Vienna talks aimed at reviving the Joint Comprehensive Plan of Action, JCPOA, Joint Comprehensive Plan of Action, also known as the Iran nuclear deal, have hit a wall after Russia sought sanctions exemptions from its future trade and defense ties with Iran. European negotiations say a good deal is on the table, but Russia, which has been slapped with a barrage of sanctions by the United States and its allies over the Ukraine invasion, seeks written guarantees that those curbs would not in any way. പറഞ്ഞു വരുന്നതാണ് നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? യെസ്, നമ്മുടെ വിയന്ന ടോക്ക് എയിം ചെയ്തിരിക്കുന്നതിന് വേണ്ട നമ്മൾ ഒന്ന് റിവൈവ് ചെയ്തെടുക്കണം, തിരിച്ച് ഒന്ന് പുനർജീവിപ്പിച്ചെടുക്കണം. ഏതാണ്? ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ, അതായത് JCPO, ജോയിന്റ് ആയിട്ടുള്ള കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? റിവൈവ് ചെയ്തെടുക്കണം, റീസ്ട്രക്ചർ ചെയ്ത് വീണ്ടും അതിനെ മുന്നോട്ട് കൊണ്ടുവരണം. അതിന് വേറൊരു പേരൂടെ പറയും, അതിന് ഇറാൻ ന്യൂക്ലിയർ ഡീൽ. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, ഇറാൻ ഡീൽ പെട്ടെന്നാക്കണം എന്നുള്ള ഇറാൻ ന്യൂക്ലിയർ ഡീൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താ പറ്റിയിരിക്കുന്നത്? അതിപ്പോൾ ഒരു വല്ലാത്തൊരു സ്റ്റക്കായിട്ട് കിടക്കുവാണ്. ഇറ്റ് ഹാസ് ഹിറ്റ് എ വോൾ. അത് ഒരു വോൾ ഹിറ്റ് ചെയ്തപ്പോൾ ഇരിക്കുക, അതായത് ഒരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. ബിക്കോസ് റഷ്യ എന്ത് ചെയ്യൂ? റഷ്യ സോട്ട് സാങ്ഷൻസ്. റഷ്യ ഇപ്പോൾ സീക്ക് ചെയ്യുന്നുണ്ട് സാങ്ഷൻസ് എക്സെപ്ഷൻസ്, അതായത് പെനൽറ്റി എക്സെപ്ഷൻസ് കൊടുക്കുകയാണ്. ഫ്യൂച്ചർ ട്രേഡ് ഡിഫൻസ് ടൈസിൽ ഇറാനുമായിട്ടുള്ള ഇനിയുള്ള ഫ്യൂച്ചർ ട്രേഡും ഡിഫൻസ് ടൈസിനും വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? പെനൽറ്റി കിട്ടിയിട്ടുണ്ടല്ലോ, അതിൽ എക്സെപ്ഷൻസ് കിട്ടണം, അതിൽ നമുക്ക് ഒഴിവാക്കി തരണം എന്നുള്ള രീതിയിൽ അത് സീക്ക് ചെയ്തുകൊണ്ട് റഷ്യ നിൽക്കുകയാണ്. ഇപ്പം അതുകൊണ്ട് ഇതിപ്പോൾ ഒരു എന്താ പറയുക, അത് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ന്യൂക്ലിയർ ഡീൽ. അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ യൂറോപ്യൻ നെഗോഷിയേറ്റേഴ്സ് പറഞ്ഞതാണ് ഇതൊരു നല്ല ഡീലാണ്, ഇറ്റ്സ് ഓൺ ദ ടേബിൾ, ഇറ്റ്സ് ഓഫേർഡ് ഫോർ ഡിസ്കഷൻ. അത് ശരിക്കും പറഞ്ഞാൽ ഡീലിപ്പം അതിനെയൊന്നും വിളമ്പിയാൽ മതി, എല്ലാം സെറ്റായിട്ടിരിക്കുകയാണ്. ഇറ്റ്സ് ഓഫേർഡ് ഫോർ ഡിസ്കഷൻ വേണ്ടി ഓഫർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ കാര്യങ്ങൾ മുന്നോട്ട് നടക്കണമെങ്കിൽ ഒന്ന് സെറ്റാക്കിയാൽ മതി. യൂറോപ്യൻ അതുവരെ പറഞ്ഞേക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യക്ക് നല്ല തിരിച്ചടിയാണ് കിട്ടിയേക്കുന്നത്, സ്ലാപ്പാണ് കിട്ടിയേക്കുന്നത്. ബിക്കോസ് ഓഫ് ദ ബറാഷ് ഓഫ് ബോംബാർഡ്മെന്റ് ഓഫ് സാങ്ഷൻസ്. ഒരുപാട് പണിഷ്മെന്റ് ഉണ്ട്, ഒരുപാട് പെനൽറ്റീസ് കിട്ടിയിട്ടുണ്ട്. എവിടുന്ന്?
US നിന്നും മറ്റ് US-ന്റെ അലൈസ് ഓർമ്മയുണ്ടോ, ജർമ്മനി, ഫ്രാൻസ് പോലെയുള്ള അലൈസിൽ, യൂറോപ്യൻ അലൈസിൽ നിന്ന്. അപ്പോൾ നല്ലൊരു ഇതാണ് കിട്ടിയത്. ഇറ്റ്സ് എ ബാരിയർ ഓഫ് സാങ്ഷൻസ് ആണ് കേട്ടോ കിട്ടിയേക്കുന്നത്. ബാരിയർ, ഒരു ബോംബാർഡ്മെന്റ് കിട്ടിയേക്കുന്നത്. അത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പം എന്തുകൊണ്ടാ ഉക്രൈൻ ഇൻവേഷൻ കാരണം? അതുകൊണ്ട് തന്നെ ആ റഷ്യയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ റഷ്യ ഇപ്പോൾ എന്താ സീക്ക് ചെയ്യുന്നത്? റിട്ടേൺ ഗ്യാരണ്ടീസ് കിട്ടുവാണ് ഈ ഒരു റെസ്ട്രിക്ഷൻസിനെതിരെ, കർബ്സിനെതിരെ, റെസ്ട്രിക്ഷൻസിനെതിരെ റിട്ടേൺ ഗ്യാരണ്ടീസ് കിട്ടാൻ വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിവേ ഹാം ഇറ്റ്സ് ടൈസ് വിത്ത് ഇറാൻ. അപ്പോൾ എന്തെങ്കിലും ഒരു രീതിയിൽ ഗ്യാരണ്ടി ചെയ്ത് തന്നില്ലെങ്കിൽ ആ ഒരു ഇറാനുമായിട്ടുള്ള ടൈപ്പ് മുടങ്ങും, പ്രശ്നമാവും. നമ്മുടെ റഷ്യയുടെ ടൈപ്പ് മുടങ്ങും. അപ്പോൾ അത് പ്രശ്നമായി കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യും. ഈ ന്യൂക്ലിയർ ഡീൽ the nuclear deal reached in 2015 started unraveling in 2018 as the Trump administration unilaterally pulled the US out of the agreement despite international certification that Iran was fully compliant with its terms. After the US's withdrawal, Iran started enriching uranium to a higher purity and installing advanced centrifuges at its nuclear plants. Now, nuclear experts believe Iran is just months away from having enough high purity uranium to make a nuclear bomb, though the Iranian leadership has repeatedly claimed that it has no plan to. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ്, ഈ സംഭവം ന്യൂക്ലിയർ ഡീൽ തുടങ്ങി വെച്ചത് റീച്ച് ചെയ്തത്, ഈ ഒരു ഡീലിന്റെ തുടക്കം എന്ന് പറയുന്നത് 2015 പക്ഷേ അത് എന്താ പറയുക, അതൊന്ന് അൺട്രാവൽ ചെയ്ത്, അതൊന്ന് അൺടാങ്കിൾ ചെയ്ത്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വന്നപ്പോൾ 2018 ആയി കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ആ സമയത്താണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്ന കാലം. ട്രംപ് അഡ്മിനിസ്ട്രേഷനിലുണ്ടായിരുന്ന സമയത്ത് US അങ്ങനെ യൂണിലേറ്റർ, ആരോട് ചോദിക്കാനും പറയാനൊന്നുമില്ല, പുൾ ഔട്ട് ഓഫ് ദി അഗ്രിമെന്റിൽ നിന്ന് ജസ്റ്റ് വിഡ്രോ ചെയ്തു. നമുക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ ആ അഗ്രിമെന്റിൽ നിന്ന് വിഡ്രോ ചെയ്ത് പോകുന്നിരുന്നൊരു ഇതാണ് ആ സമയത്ത്. ഓക്കെ, അങ്ങനെ ഈ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ഇറാൻ എന്ന് പറയുന്നത് ഫുള്ളി കംപ്ലയന്റ് ആണ്, കറക്റ്റായിട്ട് ഒബീഡിയൻസ് ഉള്ള ആൾക്കാരാണ്. ദേ ആർ കംപ്ലയന്റ് വിത്ത് ഇറ്റ്സ് ടേംസ്, എല്ലാം കറക്റ്റ് കംപ്ലയന്റ് ആണ്, ഒബീഡിയന്റ് ആണ്, അഡ്ഹറന്റ് ആണ് എന്നൊക്കെ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ട് പോലും അവരതിൽ നിന്ന് പുൾ ഔട്ട് ചെയ്തു, അവരതിൽ നിന്ന് വിഡ്രോ ചെയ്തു, ആ ഒരു ഇതിൽ നിന്ന് റിട്രീറ്റ് ചെയ്തായിരുന്നു ആ ഒരു ട്രീറ്റിയിൽ നിന്ന് കേട്ടോ. എന്നിട്ട് ഈ US-ന്റെ വിഡ്രോവലിന് ശേഷം ഇറാൻ എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു മറ്റേ യുറേനിയം പെട്ടെന്ന് എൻറിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു ടു ഹൈ പ്യൂരിറ്റി. അങ്ങനെ ഹൈ പ്യൂരിറ്റി യുറേനിയത്തിലോട്ട് നേടാൻ നോക്കുന്നു, ഇൻസ്റ്റാൾ, അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെൻട്രിഫ്യൂഗുകൾ ക്രിയേറ്റ് ചെയ്തു ന്യൂക്ലിയർ പ്ലാന്റ്സിൽ. അപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ, ന്യൂക്ലിയർ എക്സ്പേർട്സ് പറയുന്നത് വെച്ചാൽ കുറച്ച് മാസങ്ങളുടെ താമസമേ ഉള്ളൂ നല്ല ഹൈ പ്യൂരിറ്റി യുറേനിയം വെച്ചിട്ട് ഒരു ന്യൂക്ലിയർ ബോംബ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് ഇറാൻ ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ അതേസമയം നമ്മുടെ ഇറാനിയൻ ലീഡർഷിപ്പ് പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്ലാനേ ഇല്ല, ഞങ്ങൾക്ക് ന്യൂക്ലിയർ ബോംബൊന്നും ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല, വി ഡോണ്ട് ഹാവ് എ പ്ലാൻ ടു മേക്ക് വൺ എന്നാണ് അവർ പറയുന്നത്. വെസ്റ്റേൺ ഒഫീഷ്യൽസ് say that growing nuclear capability of Iran demands urgent steps to conclude the deal and curb its nuclear program. Removing sanctions on Iran and letting Iran's oil enter the global market could also ease oil and gas prices, which shot up after the Russian attack on Ukraine. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ്, നമ്മുടെ വെസ്റ്റേൺ ഒഫീഷ്യൽസ് പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഗ്രോയിങ് ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉണ്ട്, ഈ ന്യൂക്ലിയർ ഇതിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ, ആ പോസിബിലിറ്റി എന്ന് പറയുന്നത്, ഇറാൻ്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് അത് നമുക്ക് വലിയൊരു അത് നമ്മളെ ഒരുപാട് അർജന്റ് സ്റ്റെപ്സ് എടുക്കാൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ശരിക്കും പറഞ്ഞാൽ ഇറാന് മുന്നോട്ട് വന്ന് ഇറാൻ്റെ ഓയിലൊക്കെ കൂടെ ഈ ഒരു ഇതിലോട്ട് വന്നിട്ട് ഇൻവോൾവ് ആയിട്ട് ഇറാൻ്റെ ഓയിൽ ഒക്കെ കൂടെ നമ്മൾക്ക് സപ്ലൈ ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഗ്ലോബലി സപ്ലൈ ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുറയ്ക്കാം, പൈസ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ഡിമാൻഡിൽ ഇപ്പോൾ എത്തിയിരിക്കും നമ്മൾ, ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിയിരിക്കുകയാണെന്ന് വെസ്റ്റേൺ ഒഫീഷ്യൽസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വി ഹാവ് ടു കൺക്ലൂഡ് ദ ഡീൽ, കൺക്ലൂഡ് ചെയ്യണം, ഡീൽ കൺക്ലൂഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അതിൻ്റെ ഇത് എന്ത് ചെയ്യണം, കൺക്ലൂഡ് ചെയ്യണം, അതിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ കൺക്ലൂഡ് ചെയ്യണം, അതിൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ കൊടുത്തേക്കുന്ന റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യണം, ഈ ന്യൂക്ലിയർ പ്രോഗ്രാമിനൊന്ന് അലൗ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ പെനൽറ്റീസ് ഒക്കെ റിമൂവ് ചെയ്യുവാണ്. ഇറാനിൻ്റെ മേലുള്ള പെനൽറ്റീസ് ഒക്കെ എന്ത് ചെയ്യുവാണ്, റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട്, അതായത് പണിഷ്മെന്റ്സ് ഒക്കെ ഇത് ചെയ്ത് കളഞ്ഞിട്ട് ഇറാനെ ലെറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്, ഓയിൽ മാർക്കറ്റ് ഇതിലോട്ട് ഗ്ലോബൽ മാർക്കറ്റിലോട്ട് ഇറാൻ്റെ ഓയിലും കൂടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എളുപ്പമാക്കാൻ പറ്റും, കുറച്ചുകൂടെ എളുപ്പമാക്കാൻ പറ്റും. ഓയിൽ പ്രൈസസും അതുപോലെ തന്നെ ഗ്യാസ് പ്രൈസസും ഒരുപാട് കൂടില്ല, അപ്പോൾ അത് കുറയ്ക്കാം. അപ്പോൾ കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി എന്ന് വെച്ചാൽ ഉക്രൈനിലെ റഷ്യൻ അറ്റാക്കിന് ശേഷം ഈ പ്രൈസ് കുത്തനെ കൂടിയിട്ടുണ്ട്, റാപ്പിഡ് ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത്. ഷൂട്ട് അപ്പ് മീൻസ് ഷൂട്ട് അപ്പ് എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ഇൻക്രീസ് റാപ്പിഡ്ലി അല്ലേ,
കുത്തനെ കയറ്റമാണ്, വളരെ കുത്തനെ കയറ്റമാണ്, റാപ്പിഡ് ആയിട്ടുള്ളതാണ്. അത് കുറയ്ക്കാൻ ഈ പറഞ്ഞ ഇറാന്റെ ഓയിൽ ഗ്ലോബൽ മാർക്കറ്റ് വന്നാൽ അത് കുറയ്ക്കാൻ പറ്റും. അതാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. The West push to conclude the deal gives Russia added leverage in the negotiations at a time when relations between Moscow and Western capitals are at their lowest point since the end of the Cold War. The US and Europe പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ ഒരു അവസ്ഥ അടുത്ത പോയിന്റിലോട്ട് വരികയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ലെവറേജ് കുറച്ച് കൊടുക്കുവാണ്. ഇറാനിന്റെ ലെവറേജ്, ഇറാനും അമേരിക്കയുമായിട്ട് പ്രശ്നമാണല്ലോ, അതുകൊണ്ടാണ് ഈ പ്രശ്നം നടക്കാതെ ഇറാനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ ഇതേപോലെയാണ് അമേരിക്കയും അമേരിക്കയുടെ അലൈസും കൂടിയാണ് റഷ്യ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഈ വെസ്റ്റേൺ ഒഫീഷ്യൽസ് അല്ലെങ്കിൽ വെസ്റ്റേൺ പുഷ് ചെയ്യുന്നത് എന്തിനാണ്? ഈ ഡീലൊന്ന് ക്ലോസ് ചെയ്ത് പെട്ടെന്ന് ഇവരെ ആക്കാനാണ്. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ റഷ്യയും ഇറാനും തമ്മിൽ ഒരു നല്ല ബോണ്ടുണ്ട്. അപ്പൊ അങ്ങനെ കൊടുക്കുവാണെങ്കിൽ that will add, റഷ്യക്ക് എന്ത് കിട്ടും? കുറച്ചുകൂടെ സപ്പോർട്ട് കിട്ടും കേട്ടോ. they will get support in negotiations. അവർക്ക് ഇൻഫ്ലുവൻസ് കിട്ടും, സപ്പോർട്ട് കിട്ടും, ലെവറേജ് കിട്ടും ഈ പറയുന്ന നെഗോസിയേഷൻസിൽ. അപ്പോൾ എന്താ വെച്ചാൽ മോസ്കോയും വെസ്റ്റേൺ ക്യാപിറ്റൽസും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വല്ലാത്തൊരു റിലേഷൻഷിപ്പിലായിരിക്കുന്നത്. ദേ ആർ അറ്റ് ദർ ലോവസ്റ്റ് പോയിന്റ്, വളരെ ലോവസ്റ്റ് പോയിന്റിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡീല് ക്ലോസ് ആയി കഴിഞ്ഞാൽ അവരുമായിട്ട് ബന്ധം അത്യാവശ്യം ഒരു സെറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ US and Europe are reportedly looking for alternatives to revive. പക്ഷെ അതേസമയം US അടുക്കുന്ന ഒരു ലക്ഷണമില്ല. ദേ ആർ റിപ്പോർട്ടഡ്ലി ലുക്കിംഗ് ഫോർ, അവരും അവരുടെ അലൈസും ഫ്രഞ്ച്, ജർമ്മനി പോലുള്ള അലൈസും ആർ ലുക്കിംഗ് ഫോർ alternatives to revive the deal without Russia. But it would not be easy. അത്ര എളുപ്പമായിരിക്കില്ല. കാരണം വെച്ചാൽ റഷ്യ ആൻ ഒറിജിനൽ സിഗ്നറ്ററി ഓഫ് JCPOA, ജോയിന്റ് കോംപ്രഹെൻസീവ് അല്ലേ, ഇതിന്റെ അവരുടെ JCPOAയുടെ ഒരു സിഗ്നേറ്ററി. ഈ സിഗ്നേച്ചർ ഇട്ട് ഈ ഒരു കാര്യം മുന്നോട്ട് കൊടുക്കാനുള്ള ഏറ്റവും പ്രോമിനന്റ് പാർട്ട്ണറായിട്ട് നിൽക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഇപ്പം റഷ്യ is a member of joint commission that supervises Iran's compliance. ഇറാനിന്റെ കംപ്ലയൻസ് അഡ്ഹിറൻസ് നോക്കി അതിനെ സാങ്ഷൻ ഇട്ട് കൊടുക്കുന്നത്, ചെയ്തു കൊടുക്കുന്നത് ആരാണ്? ഈ പറയുന്ന റഷ്യ. അപ്പോൾ റഷ്യയെ ഒഴിവാക്കി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യം. റഷ്യക്ക് മാറ്റി റഷ്യ ഇല്ലാതെ ഇതെങ്ങനെയും ഒന്ന് റിവൈവ് ചെയ്യുക എന്ന് പറയുന്നത് നടക്കുന്നൊരു കാര്യമല്ല. അപ്പോൾ ലുക്ക് ഫോർ സംതിങ് എന്ന് പറഞ്ഞാൽ സെർച്ച്. Look for something, then you're searching for something. You're searching alternatives. Look for something means you're looking for something, you're searching alternatives. Tappona, you're finding alternatives. Searching or finding alternatives. Adana artham. Okay, look for ennu parnal. Okay. Pinne endana aduthathu അടുത്തെന്താ പറയുക, അപ്പം റഷ്യയെ മാറ്റി വേറൊരു കാര്യം എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. റഷ്യ വലിയൊരു പാർട്ണർ തന്നെയാണ്. അണ്ടർ ദ എഗ്രിമെന്റ്, ഈ എഗ്രിമെന്റ് അനുസരിച്ച് റഷ്യ is also required to take control of Iran's excess enriched uranium and work with Tehran to turn its Fordo nuclear plant into a research facility. In theory, the deal can be revived if other signatories take up Russia's responsibilities. But it is not clear whether Iran and China would be ready to go ahead without Russia. While അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ശരിക്കും പറഞ്ഞ ഒരു മേജറായിട്ടുള്ള സിഗ്നേറ്ററി ആയിട്ടുള്ള ഒരു അലയാണ് ഈ പറയുന്ന റഷ്യ. പിന്നെ ഈ എഗ്രിമെന്റ് അനുസരിച്ച് മേൽപ്പറഞ്ഞ എഗ്രിമെന്റ് അനുസരിച്ച് റഷ്യ ഈസ് ഓൾസോ റിക്വയർഡ് ടു ടേക്ക് കൺട്രോൾ ഓഫ് ഇറാന്റെ അതായത് എക്സസ് ആയിട്ടുള്ള, അതായത് ആവശ്യത്തിലധികമുള്ള അല്ലേ, അഡീഷണൽ എക്സസ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ടുള്ള എൻറിച്ച്ഡ് സപ്ലൈ ഓഫ് യുറേനിയം ഉണ്ടല്ലോ, യുറേനിയം അതിനുള്ള കൺട്രോൾ, അത് എടുക്കാനുള്ള കൺട്രോൾ, ടേക്ക് കൺട്രോൾ ഓഫ് ദാറ്റ്, അതിനുള്ളത് റഷ്യയ്ക്കുണ്ട്. അതിനുള്ള ഈ എഗ്രിമെന്റ് അനുസരിച്ച് അതിന് കൊടുത്തിട്ടുണ്ട്, റഷ്യയ്ക്ക് ഇതിന് ഉള്ള കൺട്രോൾ ഉണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ടെഹ്റാനുമായിട്ട് വർക്ക് ചെയ്തിട്ട് അതിന്റെ ന്യൂക്ലിയർ പ്ലാന്റ്, ഫോർഡോ ന്യൂക്ലിയർ പ്ലാന്റിനെ മാറ്റിയിട്ട് ഒരു റിസർച്ച് ഫെസിലിറ്റി ആക്കി മാറ്റാനുള്ളൊരു ഇതും കൂടെ, ഒരു അനുമതിയും കൂടെ ഈ പറയുന്ന കൺസെന്റ് കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ എഗ്രിമെന്റിൽ. പക്ഷെ അപ്പോൾ തിയററ്റിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഈ ഡീൽ എന്ന് പറയുന്നത് റിവൈവ് ചെയ്യാൻ പറ്റും if other signatories take up Russia's responsibility. റഷ്യയുടെ ഈ റെസ്പോൺസിബിലിറ്റി, റഷ്യയുടെ ലയബിലിറ്റീസ്, റെസ്പോൺസിബിലിറ്റീസ് മറ്റ് സിഗ്നേറ്ററീസ് ഏറ്റെടുക്കുവാണെങ്കിൽ റഷ്യ നമുക്ക് അവോയ്ഡ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. പക്ഷെ അപ്പോഴും വേറെ പ്രശ്നമുണ്ട്. ഏറ്റവും വലിയൊരു ഡൗട്ട് എന്താ വെച്ചാൽ വെദർ ഇറാനും റഷ്യയും ഓക്കെ ആണ്, ഞങ്ങൾ റഷ്യ ഇല്ലാതെ മുന്നോട്ട് വരാം എന്ന് അവർ റെഡിയാണോ എന്നുള്ളതാണ് പ്രശ്നം. ഇഫ് ദേ ആർ റെഡി ടു ഗോ ഹെഡ് വിതൗട്ട് റഷ്യ ഇല്ലാതെ ഞങ്ങൾ ഓക്കെ മുന്നോട്ട് പോകാം എന്ന് അവർ റെഡി ആണെങ്കിൽ മാത്രമേ ഈ പരിപാടി നടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ചൈനയും കൂടെ ഇല്ല, ഇറാനും കൂടെ ഇല്ലെങ്കിൽ പണിപാള്. ചൈനയ്ക്കും ഇറാനും റഷ്യ ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞാൽ പരിപാടി മുന്നോട്ട് നടക്കത്തില്ല. അതാണ്. While the Iranians have publicly said they would not allow any external factors to impact their national interests, Tehran is unlikely to ignore the sensitivity of Russia, an ally, and reach an agreement with the US, whose exit scuffled the original deal. This leaves the future of the nuclear deal in Russian hands.
Russia's invasion of Ukraine and West's response to it have already sent commodity prices soaring and shaken the global economy, which is yet to come out of the COVID-19 shock. A further delay or a total collapse of the Iran deal would not only deepen the security crisis in West Asia, but പറഞ്ഞു വന്നതാണ്. അപ്പോൾ പക്ഷേ കൃത്യമായിട്ട് ഇറാനിയൻസ് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്, ഒരു എക്സ്റ്റേണൽ, അതായത് നമ്മുടെ പുറത്തുള്ള ഒരു ഫാക്ടേഴ്സും ഞങ്ങളെ അഫക്റ്റ് ചെയ്യില്ല. എന്തിന്? ഞങ്ങളുടെ നാഷണൽ ഇൻട്രസ്റ്റിനെ ഒരു രീതിയിലും ഇമ്പാക്റ്റ് ചെയ്യാൻ ഈ പറയുന്ന പുറമേ ഉള്ള ഫാക്ടേഴ്സ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒരിക്കലും ഞങ്ങളുടെ നാഷണൽ ഇൻട്രസ്റ്റിനെ ഇമ്പാക്റ്റ് ചെയ്യില്ല എന്ന് അവർ കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ടെഹ്റാനെ സംബന്ധിച്ചിടത്തോളം ടെഹ്റാന് റഷ്യയുടെ സെൻസിറ്റിവിറ്റിയെ ഇഗ്നോർ ചെയ്ത് കളയും. റഷ്യയുടെ ഉള്ള ഒരു മറ്റു കൺട്രീസിനുള്ള സെൻസിറ്റിവിറ്റി ഒന്നും അവർക്കൊരു പ്രശ്നമല്ല. ദേ ഡോണ്ട് ലുക്ക് അറ്റ് ദാറ്റ്. അതുപോലെ മാത്രമല്ല, റഷ്യ എന്ന് പറയുന്നത് അവർക്കൊരു അലയാണ്, അവരുടെ ഒരു പാർട്ട്ണറാണ്. ആൻഡ് US-ആയിട്ടൊരു എഗ്രിമെന്റ് വരുന്നു, വിച്ച് എക്സിറ്റ് ചെയ്യണം. അത് ഒറിജിനൽ ഡീൽ എക്സിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള US-ന്റെ എഗ്രിമെന്റുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നുള്ളതും നടക്കുന്ന കാര്യമല്ല. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഞങ്ങളുടെ നാഷണൽ ഇൻട്രസ്റ്റിനെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതില്ല. അപ്പോൾ കംപ്ലീറ്റ്ലി ഈ ന്യൂക്ലിയർ ഡീൽ എന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ന്യൂക്ലിയർ ഡീലിന്റെ ഫ്യൂച്ചർ കിടക്കുന്ന, ഭാവി കിടക്കുന്ന ആരുടെ കയ്യിലാണ്? റഷ്യയുടെ കയ്യിലാണ്. റഷ്യ തീരുമാനിക്കണം എന്ത് ചെയ്യണം എന്നുള്ളത്. അതാണ് ഇവിടെ ഒരു വലിയൊരു കൺഫ്യൂഷനായിട്ടിരിക്കുന്നത്. അപ്പോൾ റഷ്യയുടെ ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലോബലി മൊത്തത്തെ അഫക്റ്റ് ചെയ്ത സംഭവം. കാരണം റഷ്യയുടെ ഉക്രൈനെ ഇതാക്കുന്നു, മാത്രമല്ല അതിനുശേഷമുള്ള വെസ്റ്റിന്റെ റെസ്പോൺസും, ഇതിനോടുള്ള വെസ്റ്റിന്റെ റെസ്പോൺസും. റഷ്യയുടെ ഇൻവേഷൻ ഒന്ന്, ഉക്രൈൻ്റെ ഇൻവേഷൻ ഒന്ന്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ അതിനുശേഷമുള്ള അവർ അലൈ ചേർന്നിട്ട് റഷ്യക്കെതിരെയുള്ള സാങ്ഷൻസ് സൈൻ ചെയ്തല്ലേ, അപ്പോൾ പെനൽറ്റി സൈൻ ചെയ്തല്ലേ, അപ്പോൾ അത് രണ്ടാമത്തെ ഒരു കാര്യം. ഇത് മൊത്തത്തിൽ എന്ത് ചെയ്തു? കൊമോഡിറ്റി പ്രൈസസ് കൂട്ടിയിട്ടുണ്ട്. ഒന്ന്, കൊമോഡിറ്റി പ്രൈസസ് കൂട്ടി. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊമോഡിറ്റി പ്രൈസ് കൂട്ടി. അത് തന്നെ കാര്യം വെച്ചാൽ ഓൾറെഡി ഗ്ലോബൽ എക്കോണമി മൊത്തത്തിലാകപ്പാടെ താറുമാറായിട്ടിരിക്കുമായിരുന്നു. ഇപ്പോഴും COVID-19 നിന്ന് റിവൈവ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. ആ സമയത്താണ് അടുത്തൊരു കൂനിന്മേൽ കുരു. അതാണ് അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ COVID-19 ശേഷമുള്ള ഈ റഷ്യൻ ഇൻവേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കൂനിന്റെ മേലെ ഒരു കുരു വന്ന അവസ്ഥയാണ്, അല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇനിയും നമ്മൾ ഡിലേ ആക്കിയാൽ, ഫെർദർ ഡിലേ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ടോട്ടൽ കൊളാപ്സ്, ഇറാൻ ഡീലിനെ മൊത്തത്തിൽ നമ്മൾ നശിപ്പിച്ച് കളയുമല്ലോ ചെയ്താൽ, ഡിലേ ചെയ്യുകയോ അല്ലെങ്കിൽ കൊളാപ്സ് അത് വേണ്ടാന്ന് വെക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇറ്റ് ഡിപ്പെൻഡ്സ് സെക്യൂരിറ്റി ക്രൈസിസ് ഓഫ് വെസ്റ്റ് ഏഷ്യനെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ആഡ് പ്രഷർ ഓൺ ഗ്ലോബൽ ഓയിൽ ആൻഡ് ഗ്യാസ് പ്രൈസസ്. അപ്പോൾ ഗ്ലോബൽ ഓയിൽ പ്രൈസസും ഗ്യാസ് പ്രൈസസിനും പ്രഷർ കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, അത് മൊത്തത്തെ അഫക്റ്റ് ചെയ്യുമല്ലോ, നാടിനെ മൊത്തം അഫക്റ്റ് ചെയ്യും. അതായത് നാട് മൊത്തം അഫക്റ്റ് ചെയ്യും. അപ്പോൾ സിഗ്നേറ്ററീസ് ഷുഡ് നോട്ട് ഹോൾഡ് ദ ഇറാൻ ഡീൽ ടു റാൻസം. അപ്പോൾ നമ്മൾ ഡീലിനെ എന്ത് ചെയ്യുക? ഡോണ്ട് ഹോൾഡ് ഇറ്റ് ടു റാൻസം. ഞങ്ങൾക്ക് പൈസ തന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യാം എന്നുള്ള പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിക്കുന്നില്ല, സൈൻ ചെയ്യിപ്പിക്കുന്ന പരിപാടിയില്ലേ, അത് നടക്കുന്ന കാര്യമല്ല. അത് നടക്കരുത്, അങ്ങനെ ചെയ്യരുത്. ദേ ഷുഡ് കണ്ടിന്യൂ ടു പുഷ് ഫോർ കളക്റ്റീവ് അഗ്രിമെന്റ് that could curb Iran's nuclear program and take the country into global economic mainstream. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇറാനെ എന്ത് ചെയ്യണം? കളക്റ്റീവ് അഗ്രിമെന്റിലോട്ട് എത്തുക. നിങ്ങൾ മാത്രമല്ല, ഇറാന്റെ മേലുള്ള റിസ്ട്രെയിൻ ഉണ്ടല്ലോ, ആ റിസ്ട്രെയിൻ അവരങ്ങ് ഒഴിവാക്കുക. ന്യൂക്ലിയർ പ്രോഗ്രാമിൽ നിന്നുള്ള അവരുടെ റിസ്ട്രെയിൻ അങ്ങ് ഒഴിവാക്കുക. മാത്രമല്ല, ഈ കൺട്രി, ഇറാൻ എന്ന കൺട്രിയെ ഗ്ലോബൽ ഇക്കണോമിക് മെയിൻ സ്ട്രീമിലോട്ട് കൊണ്ടുവരിക. ഇനിയും വെച്ച് അവരെ റിസ്ട്രെയിൻ ചെയ്തിരിക്കരുത്. അപ്പോൾ അവരുടെ ഒരു ഓയിൽ മാർക്കറ്റും ഗ്ലോബൽ മാർക്കറ്റിലോട്ട് എത്തിയാൽ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. സോ ഇറ്റ്സ് ലൈക്ക് an analytical article. ഒരു അനലിറ്റിക്കലാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ സജസ്റ്റീവ് ഇൻ നേച്ചർ. പക്ക സജസ്റ്റീവായിട്ടും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. തുടക്കം മുതലേ ഒരു സജസ്റ്റീവ് ഇതിലാണ് പോകുന്നത്. അനലൈസ് ചെയ്തു സജസ്റ്റീവായിട്ട് തന്നെ പോകുന്ന ആർട്ടിക്കിളാണ്. ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ ടു യു. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ ആണോ? യു ആർ അക്കൗണ്ടബിൾ ഫോർ ട്രബിളിങ് ഹിം ആണ്. യു ആർ അക്കൗണ്ടബിൾ ഫോർ ദ ട്രബിൾ. രണ്ടും അവിടെ അഡ്ജക്റ്റീവ് തന്നെയാണ് കേട്ടോ. അക്കൗണ്ടബിൾ രണ്ടും അഡ്ജക്റ്റീവ് ആണ് കേട്ടോ കാർത്തിക. യെസ്. March 15 വേൾഡ് കസ്റ്റമർ റൈറ്റ്സ് ഡേ ആൻഡ് വേൾഡ് ഡിസേബിൾ ഡേ. ആണല്ലേ? ഓക്കെ. ഡേയ്സ് എനിക്ക് വലിയ അറിയില്ല. ഓക്കെ ഫൈൻ ഓൾ റൈറ്റ്. ഗ്ലോബൽ ലീഡർഷിപ്പിന് ന്യൂക്ലിയർ വെപ്പൻസിന് വേണ്ടിയുള്ള കോമ്പറ്റീഷൻ കണ്ടാൽ തോന്നും ജീവിച്ചു നടത്തു ആളുകളാണെന്ന്. സത്യം കറക്റ്റാ. സത്യം. എന്താണെന്നറിയില്ല, ഇവരെങ്ങോട്ടുള്ള പോക്കാന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇവർ ഈ ആയുധം വെച്ചുള്ള കളിയാണ് മൊത്തം. എനിക്ക് തോന്നുന്നു നമ്മൾ അമിതമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആൾക്കാർക്കുള്ളൊരു ഇതുണ്ടല്ലോ, വല്ലാത്തൊരവസ്ഥയിലോടെ എത്തിക്കുന്നത്. അപ്പം മൊത്തത്തിൽ മറ്റ് കൺട്രീസിന് എന്തോരം അഫക്റ്റ് ചെയ്യും ഇത് എനിക്കറിയില്ല. ഇത് എങ്ങോട്ടുള്ള പോക്കാന്നുള്ളത്. അതാണ് നമ്മുടെ ഒരു അവസ്ഥ. നമ്മൾ ജീവിക്കുന്ന വേൾഡ്, ദിസ് ഇസ് വേൾഡ്. ക്ലൈമറ്റ് ചേഞ്ച് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥ മാറുന്ന കണ്ടില്ലേ. നമ്മുടെ നാട്ടിൽ തന്നെ കാലാവസ്ഥ ഇത്രയും മാറുന്ന ഈ അവസരത്തിൽ ഇത്രയും വലിയ പ്രശ്നമൊക്കെ നടക്കുമ്പോൾ ഇവർ ഇതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കുകയാണ്. What to do? Let's move to the spot the question. അപ്പോൾ spot the question ഇതായിരുന്നു. The law, however, went by the principle that the accused with who a slain victim was last seen must explain his absence satisfactorily. പറയാവോ?
പറയാവോ? എനിക്കറിയേണ്ടത് ഈ ക്വസ്റ്റ്യൻ്റെ സ്പോട്ട് ദ എറർ ക്വസ്റ്റ്യനാണ്. ഒന്ന് പറഞ്ഞേ, ഈ ക്വസ്റ്റ്യനിലെ സ്പോട്ട് ദ എറർ എന്താ, ആൻസർ എന്താ, എവിടെ എന്താ വരണ്ടേ? ഓക്കെ, സാങ്ഷൻ്റെ ഇത് സാങ്ഷൻ എക്സംഷൻസ് ഒക്കെ, സാങ്ഷൻ എക്സംഷൻ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇളവ് കൊടുത്തു. എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇളവാണ്. ഇപ്പോൾ ഓൾറെഡി ആർട്ടിക്കിളിലെ സാങ്ഷൻ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ പെനൽറ്റിക്ക് ഇളവ് കൊടുത്തു, പണിഷ്മെന്റിന് ഇളവ് കൊടുത്തു എന്നാണ് അർത്ഥം. അല്ലാതെ സാങ്ഷൻ ചെയ്തു എന്ന് പറയുമ്പോൾ അത് വായിക്കും, ആ സെന്റൻസിൽ തന്നെ അതിന് ക്ലൂ ഉണ്ടാവും കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അത് മനസ്സിലാവും. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അത് കറക്റ്റ് ആവും. നമുക്കത് ഇറ്റ് ടേക്സ് ടൈം കേട്ടോ, ഉറപ്പായിട്ടും ഇറ്റ് ടേക്സ് ടൈം. പക്ഷെ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, ആൻസർ പറയാവോ? ഓക്കെ, അതെ, അതാണ് നമ്മുടെ ആൻസർ. കാര്യം എന്താ വെച്ചാൽ വിത്ത് എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ്. ഞാൻ നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പ്രിപ്പോസിഷന് ശേഷം ഒബ്ജക്റ്റീവ് കേസ് ആണ് വരേണ്ടത്. ഹൂ എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് കേസ്. അപ്പോൾ ഒബ്ജക്റ്റീവ് കേസ് എന്താ? വേണ്ടത് ഒബ്ജക്റ്റാ. ഇത്ര ഉള്ളൂ ഇവിടുത്തെ കാര്യം. The law, however, went by the principle that the accused with whom a slain victim was last seen. അല്ലെ, മർഡർ ചെയ്യപ്പെട്ട ഒരു വിക്ടിം എവിടെയാണോ ആരുടെ കൂടെയാണോ കണ്ടപ്പെട്ടത്, അല്ലെ, must explain his absence satisfactorily. That's it. Clear, I guess? അടുത്ത ക്വസ്റ്റ്യൻ, ഇന്നത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ. They failed to see the ground shifting under their feet and show no imagination or willingness to work hard. പറയാവോ? ഇതിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വെക്കുക, എന്നിട്ട് ആൻസർ അയച്ചോണം കേട്ടോ. They failed to see the ground shifting under their feet and show no imagination or willingness to work hard. ഇപ്പൊ ആൻസർ തരണ്ട, എനിക്ക് നിങ്ങൾ ആൻസർ തരേണ്ട എപ്പോഴാ? ഈ പറയുന്ന ക്ലാസ്സിന് ശേഷം നമ്മുടെ കോമന്റ് സെക്ഷനിൽ തന്നാൽ മതി കേട്ടോ. ഇന്നലെ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഞാൻ ആൻസർ എല്ലാവരും ഇങ്ങനെ ആൻസർ ഇടുന്ന കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. ഒരുപാട് പേര് ആൻസർ ഇട്ടു, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ആൻസർ ഇടുക കോമന്റ് സെക്ഷനിൽ. ഐ നീഡ് യുവർ റെസ്പോൺസസ് കേട്ടോ, അത് വളരെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങളത് ചെയ്ത് നോക്കി നിങ്ങൾ ആൻസർ ഇടുമ്പോഴാണ് നമുക്ക് സന്തോഷം. യു ആർ ഗെറ്റിംഗ് ഇറ്റ് എന്നുള്ള സന്തോഷം. ഓക്കെ, സോ നമ്മൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. KPSC ഷോർട്ട് സെലക്ഷൻ ആണ് ടെലിഗ്രാം ചാനലിൻ്റെ പേര്. ഈ ടെലിഗ്രാം ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് ഡെയിലി എഡിറ്റോറിയലിൻ്റെ PDF ഒക്കെ അയച്ചു തരും, നോട്ട്സ് ഒക്കെ അയച്ചു തരും. അതുപോലെ നിങ്ങൾക്ക് എന്താണ് വീക്ക്ലി CA നോട്ട് PDF ഒക്കെ ആയിട്ട് കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. താങ്ക് യു സോ മച്ച് എവരി വൺ, ലൈവിൽ വന്ന എല്ലാവർക്കും ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ, യുവർ കോപ്പറേഷൻ. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ലൈവ് റെക്കോർഡ് കാണുന്നവരും ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഒക്കെ ചെയ്തോണം, അതുപോലെ മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്തോണം. ഓക്കെ, ആൻഡ് ഡു ആൻസർ ഇട്ട് കേട്ടോ. ഈ ലാസ്റ്റ് സെൻറ്റൻസിൻ്റെ മീനിങ് എന്താ? ഏത് ലാസ്റ്റ് സെൻറ്റൻസാ? ഈ സെൻറ്റൻസോ? They fail to see the ground shifting under their feet and show no imagination or willingness to work harder. അപ്പോൾ ഞാൻ ഇതിൻ്റെ മീനിങ് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകും. അത് അടുത്ത ദിവസം ആൻസർ പറഞ്ഞുതരാം കേട്ടോ, അതിൻ്റെ മീനിങ് പറഞ്ഞുതരാം കേട്ടോ. ഇതിൻ്റെ ആണെങ്കിൽ എന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കോമന്റ് സെക്ഷനിൽ നിങ്ങളുടെ ആൻസേഴ്സ്, സജഷൻസ് ഉണ്ടെങ്കിൽ സജഷൻസ് ഫോർവേഡ് ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. ആൻഡ് ഷെയറിങ് ഇറ്റ് ടു മാക്സിമം പീപ്പിൾ, മറ്റുള്ളവരോടത്ത് എത്തിക്കുക കേട്ടോ. യുവർ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, യുവർ എന്താണ് സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി, യുവർ കൊളീഗ്സ്, അവരെല്ലാവരോടും എത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ പരിഗണിക്കാം. നമ്മുടെ അഡാ 24/7 ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൽ നിങ്ങൾക്ക് ഫ്രീ ക്വസ്റ്റസ്, മോക്ക് ടെസ്റ്റുകളൊക്കെ ലഭ്യമാകും. പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, പോയിന്റ്സ് ഗ്രാബ് ചെയ്യുക. പിന്നെ ഒരു കോഴ്സ് എടുക്കുമ്പോൾ പൈസ കുറച്ച് കിട്ടും, അത് വേറൊരു കാര്യം. നമ്മുടെ കോഡ് മറക്കണ്ട, ഏതൊരു കോഴ്സ് എടുക്കണം Y314 ആണ് എൻ്റെ കോഡ്, Y314. താങ്ക് യു സോ മച്ച്. സ്റ്റേ കണക്റ്റഡ്, സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ സേഫ്. മറക്കണ്ട കേട്ടോ. അപ്പോൾ നാളെ കാണാം. അതുപോലെ തന്നെ എല്ലാവരും ഓർക്കും, ഇന്ന് വൈകിട്ട് ESICയുടെ ഒരു ക്വിസ് മോക്ക് ടെസ്റ്റ് ഉണ്ട്. ക്വിസ് അല്ല, മോക്ക് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ഏത് SSCക്ക് പഠിക്കുന്നവർക്കൊക്കെ വരാം ESICയുടെ, കാരണം അത് ക്വസ്റ്റൻ വൊക്കാബ് ഒരുപാടുണ്ട്. അതുപോലെ പാറ്റേൺ ക്വസ്റ്റൻസ് നിങ്ങൾ കണ്ടുപിടിക്കാം. അപ്പോൾ ESICയുടെ മോക്ക് ടെസ്റ്റ് ഉണ്ട് ഇന്ന് രാത്രി 7 മണിക്ക് എൻ്റെ വരിക കാണുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ബൈ, സീ യു അറ്റ് 7. ഇന്നലത്തെ എറർ കറക്ഷൻ്റെ ഡൗട്ടാണോ ചോദിച്ചത് ദീപ്സിന്? അതിൻ്റെ മീനിങ് ആണോ വേണ്ടത്? എന്നാൽ പറഞ്ഞുതരാം. ഓക്കെ, അത് പറഞ്ഞുതരാം. അത് വിട്ടുന്ന എങ്ങനെയാണ് പറഞ്ഞുതരാം കേട്ടോ.
അതായത് ലോ എന്ന് പറയുന്നത് ഹവർ ഒരുപക്ഷെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പിൾ വഴിയാണ്, അതായത് ഐഡിയോളജി ഉപയോഗിച്ച് തന്നെയാണ് ലോ പോയിട്ടുണ്ടെങ്കിലും, അതായത് അത് പറയുന്ന അനുസരിച്ച് ഇങ്ങനെയാണ്, ആ പ്രിൻസിപ്പിൾ ഇങ്ങനെയാണ്, ആ ഒരു ഐഡിയോളജി ഇങ്ങനെയാണ്. അക്യൂസ്ഡ് ആയിട്ട് ആൾ, അതായത് കുറ്റം ആരോപിക്കപ്പെട്ട ആള് വിത്ത് ഹും എ സ്ലെയിൻ വിക്ടിം, അതായത് മർഡർ ചെയ്യപ്പെട്ട വിക്ടിം അവസാനം കാണപ്പെട്ടത് ആരുടെ കൂടിയാണോ അവര് എന്ത് ചെയ്യണം, ആ ആള് കാണപ്പെട്ട ആരാണോ ആള് അയാൾ എക്സ്പ്ലെയിൻ ചെയ്യണം ആ മർഡർ ചെയ്യപ്പെട്ട ആളുടെ ആബ്സെൻസ് കറക്റ്റായിട്ട്. അതാണ് നിയമം അനുശാസിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കേട്ടോ. അതാണ് ഇവിടുത്തെ അർത്ഥം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ക്ലിയർ ആയെങ്കിൽ പയ്യെ ഞാനൊന്ന് മടങ്ങുകയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ, ടേക്ക് കെയർ.